നീ എന്തു തുടങ്ങുന്നു? പൈസ എണ്ണൻ ആർക്കാ ഇഷ്ടമല്ലാത്ത? ഐ തിങ്ക് അബിക്ക് പൈസ കിട്ടിയാ അവൻ എല്ലാവർക്കും തരും ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു അബിക്ക് പൈസ കിട്ടുമ്പോഴേക്കും എന്റെ നല്ല സമയം തുടങ്ങും. എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. വാ പോവാം. തനു എന്തിനാവോ അദ്ദേഹത്തെ പണത്തിന് വേണ്ടി ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവുക? ഇന്ന് രാവിലെ അവൾ പൈസയ്ക്ക് വേണ്ടി വളരെ ഡെസ്പറേറ്റ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. തനുവിനല്ലാതെ മറ്റാർക്കും ഈ പണം മോഷ്ടിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവളെ എന്നിൽ നിന്ന് ആർക്കും രക്ഷിക്കാനും കഴിയില്ല. കാണുന്നില്ല പ്രിയേച്ചി. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. എനിക്കറിയാം പണം എവിടെയാണ്. അല്ല ചേച്ചിക്ക് അറിയോ പൈസ എവിടെയാണെന്ന്? പണം തനുവിന്റെ കയ്യിലുണ്ട്. അവളാണത് മോഷ്ടിച്ചത്. അല്ല അത് ചേച്ചിക്ക് എങ്ങനെ അറിയാം? പ്രണവ് എന്റെ കയ്യിൽ ഒരു പ്രൂഫും ഇല്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൾക്കാണിപ്പോ പണത്തിന്റെ ഏറ്റവും കൂടുതൽ അത്യാവശ്യം. അവളെ ഇത് ചെയ്യൂ. അവള് മനഃപൂർവ്വമാണ് അദ്ദേഹത്തോട് പറഞ്ഞ് എന്നോട് പൈസ ചോദിച്ചത്. ലോക്കർ തുറക്കുമ്പോ പണം ഉണ്ടാവില്ല. അപ്പൊ കുറ്റം എന്റെ തലയിലാവില്ലേ? ചേച്ചി അത് ശരിയാണല്ലോ. ബട്ട് ചേച്ചി ഒരിക്കലും ടെൻഷൻ അടിക്കാനേ പാടില്ല. അല്ല നമ്മളെല്ലാം മുറിയും ചെക്ക് ചെയ്താണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇവിടെയുള്ള എല്ലാവരെയും കൂട്ടി അവരുടെ മുന്നിൽ വെച്ച് പൈസ എടുക്കാം. ഉറപ്പായി ആ പൈസ അവിടെ തന്നെ കാണും പ്രിയേച്ചി. ഇതെല്ലാം തനുവിന്റെ പണി അവള് തന്നെ ചെയ്തത്. പ്രണവ് നീ എല്ലാവരെയും തനുവിന്റെ റൂമിൽ കൊണ്ടുവരൂ. ഞാൻ അങ്ങോട്ട് പോവാ. പണം വേണ്ടേ നിനക്ക്? പറയൂ തനു. ഇതെല്ലാം ഒക്കെ വലിയ കാര്യം. ഈ മോഷണത്തിന്റെ കുറ്റം എന്റെ തലയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ നീ എന്നെ നാണം കെടുത്താൻ ഒരുപാട് ശ്രമിക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെയാ അദ്ദേഹത്തെക്കാൾ ഏറെ ഇൻട്രസ്റ്റ് പൈസയുടെ കാര്യത്തിൽ നീ കാണിക്കുന്നത്. അദ്ദേഹത്തിന് 50% വാങ്ങി നൽകാനും നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നല്ലോ. എന്നോട് പണം ചോദിക്കാൻ അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്തെന്ന് നീയാ. പിന്നെ ഞാൻ ലോക്കർ തുറന്നപ്പോ അതിൽ പണം ഇല്ലാന്ന് കണ്ട് എല്ലാവരും ഞെട്ടി നിന്നു, നീ ഒഴികെ. കാരണം പണം അവിടെ ഇല്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഓൾറെഡി. അത് നിന്റെ കയ്യിലല്ലേ? ടു സ്മാർട്ട്. ഐ മീൻ പറഞ്ഞ് നീ ഇപ്പൊ എവിടം വരെ എത്തിയെന്ന് നോക്കി. നല്ല കണക്ഷൻ നീ ഉണ്ടാക്കി. എനിക്കറിയാം നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രോബ്ലം ഞാനാണെന്ന്. പിന്നെ ഈ മോഷണത്തിന്റെ കാര്യത്തിലും പ്രോബ്ലം ഞാൻ തന്നെയാ. ഇനിയിപ്പൊ ഞാനാണ് മോഷിച്ചതെന്ന് നീ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ അതെങ്ങനെ തെളിയിക്കും? അത് ഞാൻ തെളിയിക്കുമല്ലോ. ഇപ്പോഴല്ല, എല്ലാവരുടെ മുന്നിൽ വെച്ച്. അതെ, എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? അബി നീ ഇവിടെ പിന്നെ എല്ലാ കുഞ്ഞിന്റെ അമ്മയാണ്. എന്നിട്ടെന്താ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? പ്രണവ്, ഒരു മുറിയിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇവളുടെ മുറിയിൽ നിന്ന് എങ്ങനെ കിട്ടുമെന്നാ നീ പറയുന്നത്? എടാ അബി, നീ പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറയുന്നതും ഇത് ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഇവിടുത്തെ വീട്ടുകാർക്ക് വേണ്ടിയാ ചെയ്യുന്നത്. നാളെ ഇവർ പറയില്ലേ തനുവിന്റെ മുറി ചെക്ക് ചെയ്തില്ല, നീ ഇവരോട് വേർതിരിവ് കാണിക്കുന്നു. അതുകൊണ്ട് ഇവര് മുറി ചെക്ക് ചെയ്തോട്ടെ. എടാ കൂടുതൽ എന്ത് സംഭവിക്കാനാ? ഇവിടെ നിന്നൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. പിന്നെ എല്ലാവരുടെയും സംശയം മാറി കിട്ടും. ആക്ച്വലി നീ പറയുന്നതിലും കാര്യമുണ്ട് പ്രണവ്. വീട്ടുകാർക്ക് വിഷമം ഉണ്ടാവുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. തനു, നീ അലമാരിയുടെ കീ തന്നെ. പക്ഷെ അബി ഞാൻ നോക്ക് തനു, എല്ലാവരും കോപ്പറേറ്റ് ചെയ്തു, അതുപോലെ നീയും ചെയ്യണം. സമാധാനായോ? നന്നായി തിരഞ്ഞു നോക്കിയോ? ഇതിനെ കുറിച്ച് സാരമില്ല പ്രിയ, മുറി ചെക്ക് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ. ഇവക്ക് സമാധാനമാവും, വീട്ടിലെ എല്ലാവർക്കും. ഇവരുടെ മുറി പരിശോധിച്ച നിനക്ക് സമാധാനം കിട്ടും അല്ലേ? ശരി, എന്നാ നടക്കട്ടെ. നീ പോയി പരിശോധിക്കേ. അബി
നന്നായിട്ട് നോക്കൂ. ഇവിടെയല്ല, അടുത്ത അലമാരയിൽ നോക്കൂ. അവിടെ നോക്കൂ അബി. ഐ എം സോറി ആന്റി. ഞാൻ കാരണം ആന്റിക്ക് ഇല്ല മോനെ, മോനെന്തിനാ മാപ്പ് ചോദിക്കുന്നത്? ആർക്കാണോ അത് ആവശ്യമായിരിക്കുന്നത് അവർക്ക് ലഭിച്ചിരിക്കുന്നു. മോൻ ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. സമാധാനായില്ലേ? ഇനി പോവാലോ. നിനക്ക് അധികാരം ഉണ്ടായിരുന്ന പൈസ, ആ പൈസ കാരണം നീ തന്നെ ഇപ്പൊ കുടുങ്ങിയേക്കുവാ. വലിയ അഹങ്കാരമായിരുന്നില്ലേ നീ നിന്റെ അമ്മയും കൂടെ ടീമായിട്ട്? പക്ഷെ പാവം, നീ മാത്രമല്ല, നീ നിന്റെ ടീമിനെ നശിപ്പിച്ചു. കണ്ടില്ലേ ഇപ്പൊ എങ്ങനെയാ ഇവിടെ നിന്ന് എല്ലാവരും ഓടിപ്പോയേന്ന്? ഇപ്പോഴും പറയുവാ. ഇതിലും കൂടുതൽ നാണം കെടുന്നതിന് മുൻപ് നീയും നിന്റെ അമ്മയും വേഗം ഇവിടുന്ന് പൊയ്ക്കോ. വിളിക്കുന്നത് സർ, ഞങ്ങളുടെ 1 കോടി രൂപ മോഷണം പോയിരിക്കുന്നു സർ. പിന്നെ എനിക്ക് തോന്നുന്നത് കള്ളം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നാ. ആ, ഞങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാ സർ. വേഗം വരൂ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ സർ. അതെ സർ, അഭിഷേക് മേനോൻ, വേഗം വരണേ സർ. അയ്യോ, രക്ഷിക്കണേ. ഒടുക്കത്തെ ബുദ്ധി തന്നെയാണല്ലോ മമ്മിക്ക്. മമ്മി ഇപ്പൊ ഈ ഗെയിമിനെ മൊത്തത്തിൽ മാറ്റിമറിച്ചല്ലോ. അപ്പൊ ഇനി പോലീസ് വരും, എന്നിട്ട് സർലാൻഡിയെ അല്ല. അത്ര നല്ല അടി കിട്ടും. അവര് ബലൂണിന്റെ കാറ്റഴിച്ചു വിട്ട പോലെ ഷൂന്നായിപ്പോ. എങ്കിൽ പിന്നെ ഈ ഐഡിയ മമ്മിയും കൂടെ ഒന്ന് പരീക്ഷിക്കും കേട്ടോ. അങ്ങനെയെങ്കിലും മമ്മിയുടെ വണ്ണം ഒന്ന് കുറയുമല്ലോ, കാറ്റൂരിയിട്ട ബലൂൺ പോലെ. എന്തിനാ അവിടുന്ന് പോകുന്നത്? ഇതെല്ലാം കള്ളമാണെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു? അച്ഛമ്മ കണ്ണുകൊണ്ട് കണ്ടത് ഞാൻ എങ്ങനെയാ കള്ളമെന്ന് പറയുന്നത്? മോനെ, നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ സത്യമാകണമെന്നില്ല. കണ്ണുകൾക്ക് ചതി പറ്റാറുണ്ട്. പക്ഷെ മോനെ, നീ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് കള്ളത്തെ സത്യമാക്കുന്നത് പോലെയാണ്. അച്ഛമ്മ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്ക്, നീ സമാധാനിക്ക്. എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്തോ ഒരു ചതി നടന്നതായി. നമുക്കറിയാലോ സരളയെ, അവൾ അങ്ങനെയുള്ള ആളല്ല. അവൾക്ക് എങ്ങനെ മോഷ്ടിക്കാൻ കഴിയും? എന്നെ വിശ്വസിക്ക്, ആ പൈസ എന്റെ മുറിയിൽ എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പൈസ എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യം തന്നെയാ. പൈസക്ക് ആവശ്യമുള്ളവരും അവരെല്ലാവരും കള്ളനെ മോഷ്ടിക്കുന്നവരാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നീ വായി തോന്നുന്നതും ഇങ്ങനെ വിളിച്ച് പറയാതിരിക്കും. എനിക്കറിയാം പ്രണവ്, പൈസ എല്ലാവർക്കും ആവശ്യമുള്ളതാ. പിന്നെ ഇത് മാജിക് ഒന്നും അല്ലല്ലോ. ടാക്സും ഇപ്പൊ പേ ചെയ്യണം. മോഷണവും നടന്നത് ഇപ്പോഴാ. ഈ നോട്ടീസും ബാഗും സർലാൻഡിയുടെ മുറിയിൽ നിന്നാ കിട്ടിയത്. പിന്നെ നമ്മൾ എന്തിനാ മനഃപൂർവ്വം കണ്ണടച്ചു വെക്കുന്നത്? സത്യത്തെ മറച്ചു വെക്കാനാണോ? എനിക്കറിയാം നമ്മൾ സരള എന്റെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നീ അവരെ അമ്മയായിട്ട് കാണുന്നു. പക്ഷെ അവരെന്തായാലും ഒരു മനുഷ്യനല്ലേ. മനുഷ്യൻ കൊതിയനാണ്, ആർത്തിയുള്ളവനാണ്. പിന്നെ എന്തുകൊണ്ട് കള്ളനാവുന്നില്ല? ഇവര് ശരിക്കും കള്ളിയാണ്. പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തിയ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആന്റി എന്നൊരു മകനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു മകന്റെ കടമ നിറവേറ്റാൻ എന്നെ സമ്മതിക്കാത്തതെന്താ? ആന്റിക്ക് ഒരു വാക്ക് എന്നോട് പറയാൻ പാടില്ലായിരുന്നു? ഞാൻ എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ആന്റിക്ക് തരുമായിരുന്നല്ലോ. എങ്കിൽ ആന്റിക്ക് എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആന്റി. ആന്റി ഇങ്ങനെ മോഷ്ടിക്കുന്നൊക്കെ അത് ശരിക്കും തെറ്റല്ലേ ആന്റി? ഞാൻ മുറി കൊണ്ടുവച്ചിട്ടില്ല.
കാര്യങ്ങൾ ഇന്നത്തോടെ അവസാനിക്കണം. റൈറ്റ് ഹിയർ റൈറ്റ് നൗ. ഇപ്പോൾ ഇവിടെ നടന്നതൊക്കെ നമുക്കങ്ങ് മറക്കാം അച്ഛമ്മ. ഇനി ഇതിനെക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കാൻ പാടില്ല. അബി, ഇവർക്കെതിരായി മുഴുവൻ സിറ്റുവേഷനും മുഴുവൻ പ്രൂഫും ഉണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. നിനക്ക് കൊടുക്കാറുന്നില്ലേ? കാരണം അമ്മ എന്നോട് പൈസ ചോദിച്ചിട്ടില്ല. ആ ഹോളിന്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പോലും അമ്മ പറഞ്ഞിട്ടില്ല എന്നോട്. അമ്മ ഒരാളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെ എനിക്ക് മനസ്സിലായത്. അപ്പൊ നീ പറഞ്ഞു വരുന്നത് നിന്റെ അമ്മ നിന്നോട് ഹെൽപ്പ് ചോദിക്കാത്തതുകൊണ്ട് നീ ഹെൽപ്പ് ചെയ്തില്ല. അപ്പൊ നിന്റെ അമ്മ നിന്നോട് സെൽഫ് റെസ്പെക്ട് കാണിച്ചു. അപ്പൊ നീയാണെങ്കിലോ പൈസ ചോദിക്കാത്ത സ്ഥിതിക്ക് എന്തിനും സഹായിക്കണമെന്നും കരുതി. നോക്ക്, നീ ഇവിടെ ഒരുപാട് അഭിനയിക്കണ്ട. പരസ്പരം ജീവൻ വേണേലും കൊടുക്കാൻ തയ്യാറാണെന്ന് പറയും. പക്ഷെ ചോദിക്കാത്ത പൈസ എന്തിനു കൊടുക്കണമെന്നല്ലേ? അഭി വേണേൽ നിന്റെ അമ്മയെ വിശ്വസിക്കുമായിരിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. നിന്റെ അമ്മ അഭിനയിക്കുന്നത് കാണുമ്പോ എനിക്കത് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അഭിയെ മണ്ടനാക്കി അവർക്കെതിരെ ഒന്നും ചെയ്യാത്ത രീതിയിൽ അനാവശ്യം പറയരുത് തനു. ഈ കാണുന്നത് മുഴുവൻ എന്റേതാ. എന്റെ കുടുംബത്തിന് എന്തെങ്കിലും പണത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമില്ല, ഞാൻ നേരിട്ട് കൊടുത്തേനെ. പക്ഷെ നീ അങ്ങനെ ചെയ്യാത്തതിന്റെ കാരണം നിനക്ക് ഞങ്ങളോടെല്ലാം മറുപടി പറയേണ്ടി വരും എന്നതുകൊണ്ടാണ്. ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യം വന്നാൽ നീ ചുമ്മാ വന്നൊന്ന് ക്ലാസ് എടുക്കുമെന്നല്ലാതെ ഞങ്ങൾക്ക് പൈസ തരില്ല. നിന്റെ അമ്മയ്ക്ക് ഇപ്പൊ പൈസയുടെ ആവശ്യം വന്നപ്പോ നീ കൊടുത്തു. സോ ബേസിക്കലി നീ ഞങ്ങളുടെയൊക്കെ മുന്നിൽ നല്ല പിള്ളയാവാൻ ശ്രമിക്കുകയായിരുന്നു. ഞങ്ങളുടെ അല്ല, എസ്പെഷ്യലി അബിയുടെ മുന്നിൽ. സാർ ഈ സ്റ്റേഷനിലെ പുതിയ ആളായിരിക്കും അല്ലേ? ഞാൻ കുറച്ചു ദിവസം മുമ്പാണ് ജോയിൻ ചെയ്തത്. സാർ, ഇത് അബി, ഇത് റോക്ക് സ്റ്റാറിന്റെ വീടാണ്. അവന് വേണമെങ്കിൽ ഫോൺ ചെയ്ത് കമ്മീഷണറെ തന്നെ വിളിക്കാം. അവൻ അങ്ങനെ ചെയ്യാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ. അല്ലാതെ ഞാനിപ്പോ എന്താ നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ എന്റെ സീനിയറിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. നോക്ക് സാർ, ഞാൻ നിങ്ങളെ വിരട്ടിയതൊന്നും അല്ല. ഞാനെന്തിനാ നിങ്ങളെ പേടിപ്പിക്കുന്നത്? ഇപ്പൊ അകത്തുവാൻ പാടില്ലെന്ന് മാത്രം ഞാൻ പറഞ്ഞോളൂ സാർ. നിങ്ങൾക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ എന്നെ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. പോലീസിന്റെ ഡ്യൂട്ടി തടയാൻ ശ്രമിച്ചതിന്. ഇൻസ്പെക്ടർ, ഞാൻ പറഞ്ഞില്ലേ അകത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. മുഴുവൻ ഫാമിലി മെമ്പേഴ്സ് മാത്രം ഉള്ളത്. പിന്നെ എല്ലാവരും സേഫും ആണ്. ഫാമിലി മാറ്റേഴ്സാ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇത് ഫാമിലി മാറ്റർ ആയിരുന്നെങ്കിൽ എനിക്ക് കോള് വരില്ലായിരുന്നു. ഇനി നിങ്ങൾ എന്നെ തടയില്ല. ഒരുപക്ഷെ എന്നെ നിങ്ങൾ ഇനി തടഞ്ഞാൽ വിലങ്ങ് വെച്ച് ജീപ്പിൽ കൊണ്ടിരുത്തും ഞാൻ. അവരത് ചെയ്യില്ല. അച്ഛമ്മ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. ഒരു പ്രശ്നം ഉണ്ടാവില്ല അച്ഛമ്മ. ഞാനിവിടെ ജീവനോടെ ഉള്ളപ്പോ ആരും ഇവിടുന്ന് ജയിലിൽ പോവില്ല. പക്ഷേ മോനെ, പോലീസ് എന്തായാലും മുറ്റത്തെത്തിക്കഴിഞ്ഞല്ലോ. അവരിനി സരള എന്തെങ്കിലും ചെയ്താലോ? എന്നാ നമ്മുടെ വീടിന് അതൊരു പേരുദോഷമായി മാറും. നോക്കു മോനെ, നീയുണ്ടല്ലോ സരളയെ സ്വന്തം അമ്മയായിട്ടല്ലേ മോനെ കാണുന്നത്. വാക്കുതാ മോനെ, സ്വന്തം അമ്മയ്ക്ക് ഒന്നും വരാൻ അനുവദിക്കില്ലെന്ന് വാക്കുതാ. അച്ഛമ്മ ഇങ്ങനെ കരയില്ലേ? സരളാന്റിക്ക് ഒന്നും സംഭവിക്കില്ല അച്ഛമ്മ. എന്നെ വിശ്വസിക്കാം. അറ്റ്ലീസ്റ്റ് 6 മാസമെങ്കിലും ശിക്ഷ കിട്ടും. അവള് ജയിലിലായാൽ എനിക്ക് ജാക്ക്പോട്ട് അടിച്ചു. ഈ 6 മാസം കൊണ്ട് എനിക്ക് എല്ലാം ചെയ്തു തീർക്കാൻ കഴിയും. 6 മാസം ധാരാളം മതി. കല്യാണം, കുഞ്ഞിന്റെ പേരിടൽ വിത്ത് ഈ വീട്ടിലെ അവകാശി. ഒരു പ്രോബ്ലം ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം നടക്കും. നിഖിൽ, ആലിയ എല്ലാവരും എന്നെ പുകഴ്ത്തും. ഞാനിതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്റെ ലൈഫ് സെറ്റിൽഡ് ആവും. ഇനി എത്ര നേരം പ്രിയ നീ അഭിനയിക്കും? വെറുതെ വിടുന്നേ. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ പ്രിയ അവളുടെ അമ്മയുടെ അസുഖം മുതലെടുത്താണെന്നാ. കള്ളി അവരല്ല, കള്ളി ഇവളാണ്. എനിക്കിവളെ മുൻപേ സംശയമായിരുന്നു. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. എനിക്കറിയാമായിരുന്നു. എന്നിട്ടും നീ എന്ത് പറയുമെന്ന് ഞാൻ നോക്കുമായിരുന്നു. നീ മോഷണം നടന്നുവെന്ന് അഭിനയിക്കുന്നതിന് കാരണം നിന്നെ ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടിയാ. പക്ഷെ ഇത്ര എളുപ്പത്തിൽ സ്വന്തം അമ്മയെ നീ കള്ളിയാക്കിയില്ലേ? എന്നിട്ട് സ്വയം രക്ഷപ്പെടാൻ നോക്കുക. ഇത് സത്യമല്ല. അങ്ങനെ തന്നെയാ. നീ പറഞ്ഞു എന്ന് കരുതി സത്യം അതല്ലാതാവില്ല. മോഷ്ടിച്ചത് നീ തന്നെയാ. കിട്ടിയത് അപ്പൊ ഞാനല്ലേ മോഷ്ടിച്ചത്? ഞാൻ മോഷ്ടിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങളോട് ഞാൻ പറയാം. ഞാൻ പ്രിയയുടെ കയ്യിൽ നിന്ന് താക്കോൽ മോഷ്ടിച്ചു. എന്നിട്ട് ആ ലോക്കറിൽ നിന്നും എല്ലാ പൈസയും ഞാൻ എടുത്തു. അതിനുശേഷം ഞാൻ ആ താക്കോൽ പ്രിയയുടെ അടുത്ത് വെച്ചു. എന്നിട്ട് പൈസ എന്റെ മുറിയിൽ കൊണ്ടുവച്ചു. കള്ളനും സാക്ഷിയും തെളിവും എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ.
പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല? അല്ല സർ, ഇത് പിന്നെ ഡോണ്ട് വറി മിസ്റ്റർ അഭിഷേക് മേനോൻ, ഞങ്ങളെല്ലാം കേട്ടു. കള്ളൻ കുറ്റം സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യാണ്. അറസ്റ്റ് ചെയ്യൂവരെ. എന്റെ അഭി, ഞാൻ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ അയാൾ ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അതൊക്കെ പോട്ടെ, നീ ആ കമ്മീഷണർ ഒന്ന് വിളിക്ക്. എങ്ങനെയെങ്കിലും ഇൻസ്പെക്ടറിനെ തടയാൻ പറയാ. വേഗം തന്നെ വിളിക്ക്. എടാ അഭി, നിനക്കറിയാലോ ആദ്യം അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. നിനക്കറിയാം ആദ്യം പ്രിയച്ചും തെറ്റുകാരല്ലെന്ന്. നീ എന്തെങ്കിലും വേഗം ഒന്ന് ചെയ്യ്. ആരെങ്കിലും വിളിക്ക് അഭി. ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞേ പറ്റൂ. അതിന് നീ സമ്മതിക്കരുത് ഒരിക്കലും. എടാ, നീ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ലേറ്റ് ആവുന്നതിന് മുൻപ് ആദ്യം ഒന്ന് രക്ഷിക്ക അഭി. ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്കുന്നേ പ്ലീസ്. ആദ്യം ഒന്ന് രക്ഷിക്കടാ. അബി, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? മുഴുവൻ സത്യം എല്ലാവരും അറിഞ്ഞതല്ലേ? അബി, താഴെ പോലീസ് നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. താഴെ പോയി അവരോട് പറ അവരുടെ ഡ്യൂട്ടി ചെയ്തോളാൻ. അബി, എനിക്ക് തോന്നുന്നു പ്രിയയും പ്രഷർ ചെയ്യണം, അല്ലെങ്കിൽ അവൾ എല്ലാവരും. എന്തിനും ആലിയക്ക് ശിക്ഷ ലഭിക്കാമെങ്കിൽ സരള ആന്റിക്ക് എന്തുകൊണ്ട് ലഭിച്ചൂടാ? ആലി അബിയും തമ്മിൽ രക്തബന്ധമുണ്ട്. അബി ആലിയക്ക് ശിക്ഷ കൊടുത്തപ്പോ നീ എന്താ തടയാത്തത്? ഇപ്പൊ എന്തിനാ തടയുന്നത്? ഇനി ഇങ്ങനെയാണോ? നീയും ആ പ്രിയയുടെയും അമ്മയുടെയും പ്ലാനിൽ പങ്കാളിയായിരിക്കുമല്ലോ, അതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നേ? അബി, നീ താഴെ വാ. നീ ഇതുവരെ ചെയ്തത് തന്നെ ചെയ്യൂ. നീ സത്യത്തിന്റെ കൂടെ നിക്ക്. അഭി, അമ്മ എന്തിനാ എല്ലാരോടും അങ്ങനെ? നിനക്ക് ഇവിടെ ഇരുന്ന് പോരാടാൻ കഴിയുമല്ലോ. നിനക്ക് തിരികെ അഭിയെ കിട്ടുമല്ലോ. പിന്നെ എല്ലാം ശരിയാവുമെങ്കിൽ എന്താ കുഴപ്പം മോളെ? ഞാൻ കുറ്റം സ്വയം ഏറ്റെടുത്തു. ഞാൻ നിന്റെ അമ്മയല്ലേ. ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിനക്ക് ഒരു കുഴപ്പം വരുത്തില്ല മോളെ. നിന്നെ ആരെങ്കിലും തൊട്ടാ ഞാൻ അവനെ കൊല്ലും. നിനക്ക് ചെറിയ മുറിവ് വന്നാ പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ മോളെ ഞാൻ എല്ലാ കുറ്റവും ഏറ്റെടുത്തത്. ഇങ്ങനൊരു കുടുംബത്തെ ഇനി എവിടെ കാണാൻ കഴിയും? ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്ന കുടുംബം. ഇതുപോലെ ഒരു മകളുള്ളവൾ കോടി ജനങ്ങളിൽ ഒന്നാണ്. അമ്മയെ എത്രയധികം സ്നേഹിക്കുന്നവൾ അവളുടെ കുടുംബത്തെ, അവളുടെ വീടിനെ, ഭർത്താവിനെ, അവക്ക് വേണ്ടി അവളുടെ അമ്മ കുറച്ചെങ്കിലും ചെയ്യുന്നത് അധികം ആവില്ല. ഞാനൊരു ഭാഗ്യവതിയാണ്. എനിക്ക് ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു മകളെ കിട്ടി. ഇവളെപ്പോഴും എനിക്ക് അഭിമാനമേ വരുത്തിയിട്ടുള്ളൂ. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇവളുടെ അഭിമാനത്തിനു വേണ്ടി മാത്രമാണ്. ഇതെങ്കിലും എനിക്ക് ചെയ്യണം. പിന്നെ രണ്ടാമത്തത് അഭി. അഭിയുടെ 1 കോടി രൂപ മോഷ്ടിച്ച ആ കള്ളനെ നമ്മള് രണ്ടുപേരും കൂടെ അല്ലേ പിടിക്കാൻ സഹായിച്ചത്? അപ്പൊ അഭി നമ്മളിൽ ഇംപ്രസ് ആവില്ലേ? അപ്പൊ നമുക്ക് എന്തായാലും കമ്മീഷൻ കിട്ടൂലേ? വളരെ ശരിയാ നീ പറഞ്ഞത്. മമ്മി എന്തായാലും വയസ്സായി പോയി കേട്ടോ. അല്ല, തനുവിനെ മമ്മി എങ്ങനെയാ മറന്നേ? തനു നമ്മളെ കാരണം ഇംപ്രസ് ആവത്തില്ലേ? അവളും പ്രതിഫലം തരും. അപ്പൊ നമുക്ക് 3 കമ്മീഷൻ. 3 വശത്ത് നിന്നും നീ സത്യമാ പറഞ്ഞത്. അപ്പൊ ടോട്ടൽ എല്ലാം കൂടെ 20-25 lakhs റുപ്പീസ് നമുക്ക് സ്വന്തം. 20-25 ലക്ഷം. അതിന്റെ അർത്ഥം നമ്മുടെ 10 വിരളിലും മോതിരവും. തനു എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നെ? ഇനി ഇവൾ ഇദ്ദേഹത്തെ ചൊടിപ്പിച്ചിട്ടുണ്ടാവോ? അദ്ദേഹത്തെ ഇവളുടെ സൈഡിലാക്കിയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? യെസ്, ഞാൻ കൊളുത്തിയ തീ ആളി കത്തിയിട്ടുണ്ട്. ഏത് അഗ്നിയെ സാക്ഷിയാക്കിയാണോ ഇവൾ അഭിയെ വിവാഹം ചെയ്തത്, ആ അഗ്നി തന്നെ ഇപ്പോ എന്നേക്കുമായി ഇവളുടെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അച്ഛമ്മേ പ്ലീസ്, അച്ഛമ്മ ഇതിൽ ഇന്റർഫിയർ ചെയ്യല്ലേ. എനിക്കെന്താ തോന്നാന്നറിയോ? ഈ അഭി എന്തായാലും സരള ആന്റിയെ പോലീസിനെ കൊണ്ട് പീഡിപ്പിക്കും. പിന്നെ നമുക്കാണെങ്കിൽ പണത്തിനോടൊപ്പം തന്നെ ഒരു വിലയും നിലയും ഒക്കെ ഉണ്ടാവും. പൈസ നഷ്ടപ്പെട്ട ആൾക്കും പരാതിയില്ലെന്ന് സാറിനോടല്ലേ പറഞ്ഞത്? പിന്നെന്താ പ്രോബ്ലം സാർ? എന്തിനാ വെറുതെ ആന്റിയെ ശല്യം ചെയ്യുന്നത്? നോക്കൂ മിസ്റ്റർ അഭിഷേക് മേനോൻ, എന്തായാലും ഞാനിത് കേസാക്കും. വരുന്ന 24 മണിക്കൂർ എന്റെ ശ്രദ്ധ നിങ്ങളിലായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു മെമ്പർ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു എന്ന് അറിഞ്ഞാൽ ഞാൻ അവരെ പൂർണ്ണമായി നിയമത്തിന്റെ കുരുക്കിലാക്കും. പിന്നെ അവരെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇനി സാറിന് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ സാർ. അഭി എന്തു പറഞ്ഞോ അവനത് ചെയ്തു കാണിച്ചു. പ്രണവ്, ഇൻസ്പെക്ടർ സാറിന് പുറത്തു പോകേണ്ട വഴിയൊന്ന് കാണിച്ചു കൊടുക്കുക.
ചിലപ്പോ വന്ന വഴി ഓർമ്മയുണ്ടാവില്ല. കമോൺ. ശരിയായില്ല. നീ ഒരു കുറ്റവാളിയെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചു. നീ ഒന്നോർത്തോ, നിന്റെ അമ്മയെ അറസ്റ്റ് ചെയ്തില്ല എന്ന് കരുതി നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഈ യുദ്ധവും പ്രശ്നങ്ങളും തീർന്നിട്ടില്ല. നിങ്ങൾ അമ്മയ്ക്കും മകൾക്കും ഞാൻ ശിക്ഷ വാങ്ങി തന്നിരിക്കും. നീ ഒരു നല്ല മകനാണ്, നല്ലൊരു ചെറുമകനും. അച്ഛമ്മേ, ഒന്നും തോന്നരുത്. ഞാൻ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ. എനിക്കറിയാം നിനക്ക് സങ്കടമുണ്ട്. നീ ചിന്തിക്കുന്നത് സത്യത്തിന്റെ കൂടെ നിന്നത് അത് തെറ്റായി പോയെന്നാണോ കുഞ്ഞേ? മോനെ, ഒരാളുടെ ചിന്ത ശരിയായിട്ടുള്ളതാണെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയാൽ പോലും അതിന്റെ ഫലമുണ്ടല്ലോ, എപ്പോഴും പോസിറ്റീവായിരിക്കും. പക്ഷെ ഈ തലവേദന നമ്മുടെ തലയിൽ നിന്ന് എപ്പോഴാ പോകുന്നെന്ന് അറിയില്ലല്ലോ. ഇവർക്ക് നന്നായിട്ട് അറിയാം ഇവര് കാരണം പ്രിയയുടെയും അഭിയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. പക്ഷെ പോയില്ല, ഇവർ നമ്മുടെ തലയിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. തലയിൽ ഇരിക്കുക മാത്രമല്ല, അവിടെ ഇരുന്നോണ്ട് മോഷ്ടിക്കാനുള്ള പുതിയ വഴികളും ആലോചിക്കുമായിരിക്കും. മമ്മി, ഇവരുടെ കള്ളത്തരത്തിന് മാപ്പ് കൊടുത്തല്ലോ. ഇനി ഇവർക്ക് മോഷണം നടത്തുന്നത് നിസ്സാര കാര്യമായിരിക്കും. ഇനി ഇതിന്നും വലിയ കള്ളത്തരം ഇവര് ചെയ്യും. എന്നുവെച്ചാ വലിയൊരു കൊള്ള തന്നെ നടത്തുമെന്ന്. അതിന് നമ്മൾ സമ്മതിച്ചെങ്കിലല്ലേ. മതി, ഇപ്പൊ തന്നെ ഒരുപാടായി. ഇവർക്ക് ഇത്രയ്ക്ക് നാണമില്ലേ? ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഒന്നും മിണ്ടാതെ ഇപ്പൊ ഇവിടുന്ന് പോയേനെ. നിങ്ങളിത് ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്. പക്ഷെ വീട്ടിലുള്ളവർക്ക് വിശ്വാസം ഇല്ലല്ലോ. എനിക്കറിയാം. ഞാൻ നിരപരാധിയാന്ന് തെളിയിക്കാൻ അവൾ എന്ത് ചെയ്യും? അവൾ ഏതറ്റം വരെയും പോവും. എനിക്കത് കാണണ്ട. അവൾ ഇപ്പോൾ പോരാടുന്ന യുദ്ധത്തിൽ തന്നെ അവളുടെ ശ്രദ്ധ വേണം. ആ പോരാട്ടത്തിൽ എന്തെങ്കിലും പറ്റിയാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ലമ്മേ. അതുകൊണ്ട് എനിക്ക് പോണം അമ്മേ. ഇനി അഥവാ ഞാൻ പോയാലും അമ്മ അവളുടെ കൂടെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ അവളുടെ ഒപ്പം ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കുക. എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഞാൻ കാരണം ഇനി ഇവിടെ ഒരു പ്രിയയ്ക്ക് നിങ്ങളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് ഇനി ഇത് നേരിടും. ഞാൻ അതിനെയും രക്ഷിക്കും. നീ ടെൻഷൻ അടിക്കണ്ട. നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. നീ നിന്റെ സിന്ദൂരത്തിന് വേണ്ടി, അഭിക്ക് വേണ്ടി നടത്തുന്ന ഈ പോരാട്ടത്തിൽ നീ വിജയത്തിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു മോളെ. ഞാൻ കാരണം നിന്റെ ശ്രദ്ധ മാറരുത്. നിന്റെ വിവാഹ ജീവിതത്തിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയ ഈ അമ്മ പിന്നെ ജീവനോടെ ഇരിക്കില്ല. നീ എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നീ നിന്റെ യുദ്ധം തുടര്. ഞാൻ എപ്പോഴും നിന്റെ ഒപ്പമുണ്ട്. ദൂരെയൊന്നും അല്ലല്ലോ, ഇവിടെ അടുത്ത് തന്നെ അല്ലേ മോളെ? കരയരുത് കേട്ടോ, കരയരുത്. നീ എന്നെ കാണാൻ വീട്ടിൽ വരണേ. ഭഗവാൻ എപ്പോഴും നിന്റെ ഒപ്പമുണ്ട്. നിന്റെ സിന്ദൂരത്തെ സംരക്ഷിക്കും. നീ സന്തോഷമായിട്ടിരിക്കെ എന്റെ പൊന്നു മോള്. ശരി. പ്രിയ എന്നെ വീട് മോളെ. ഞാൻ പോട്ടെ മോളെ, ഞാൻ പോട്ടെ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഇരിക്കുന്നത്? ഇല്ല പ്രണവ്, എനിക്ക് ആന്റിയോട് പോകണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ നടന്നതിൽ എനിക്കൊരു പങ്കില്ലേ. എന്റെ അഭി, നീ നിന്റെ മനസ്സ് പറയുന്നൊന്ന് കേൾക്കാം. ആന്റി ഒന്ന് തടി, വേഗം വാ പ്ലീസ്. ആന്റി എന്നെ പോലെ ഒരു തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ശരി അഭി, നിനക്ക് തടയാൻ കഴിയില്ലെങ്കിൽ വേണ്ട. പക്ഷെ ആന്റി വന്നൊന്ന് കാണു നീ പ്ലീസ്. അഭി, നീ ആന്റിയെ വിശ്വസിക്കുന്നുണ്ടെന്നും കൂടെ ഉണ്ടെന്നും മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിക്ക് ഒരുപാട് സന്തോഷമാവും. അഭി, നിനക്ക് അതെങ്കിലും ഒന്ന് ചെയ്യാലോ. പ്രണവ്, എനിക്കൊന്നും അറിയില്ലടാ. എന്നെ കൊണ്ട് അതിനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എങ്ങനെ ആന്റിയെ ഫേസ് ചെയ്യുന്ന
എനിക്ക് മനസ്സിലാവാത്തത്? ഞാൻ എന്ത് കാര്യമാണ് അവരോട് പറയേണ്ടത്? ഞാൻ കേൾക്കാനും ഒന്നും ബാക്കിയില്ല. ഞാനിവിടെ നിനക്ക് അനുഗ്രഹം തരാൻ വന്നതാ. വളരെ സത്യവും സ്നേഹവും നിറഞ്ഞ മനസ്സാ മോന്റെ. മറ്റുള്ളവരുടെ സത്യം കണ്ണിലൂടെ തിരിച്ചറിയും. എന്റെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ മോനെ, മറ്റുള്ളവരുടെ കണ്ണിലെ സത്യം അറിയുന്നത് പോലെ ഒപ്പമുള്ള ശത്രുക്കളെയും തിരിച്ചറിയാനുള്ള കഴിവ് ഭഗവാൻ തരട്ടെ. നന്നായിരിക്കെ, എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. യുനു, ഇവിടുന്ന് നിങ്ങളുടെ മകളെയാണ് ഇറക്കി വിടണമെന്ന് വിചാരിച്ചത്. പക്ഷെ നിങ്ങളാണ് പോകുന്നത്. സാരമില്ല, പ്രിയയുമായി ബന്ധമുള്ള എല്ലാവരെയും ഞാൻ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കും. ആരാദ്യം പോകും ആരവസാനം പോകും ഇതിലൊരു വ്യത്യാസവും ഇല്ല. എല്ലാവരും പോയേ തീരൂ. പക്ഷെ ഞാൻ നിങ്ങളോട് എന്റെ വഴിന്ന് മാറാൻ ആദ്യമേ തന്നെ പറഞ്ഞതാണ്. അന്ന് അതൊക്കെ കേട്ടിരുന്നെങ്കിൽ ഇത്രയും നാണം കെട്ടി ഇവിടുന്ന് പോവേണ്ടി വരില്ലായിരുന്നു. ഞാൻ പോവുകയെ നിന്റെ അന്ത്യനാളുകളുടെ എണ്ണം കുറിച്ചുകൊണ്ട്. ധൈര്യമാണല്ലേ? എന്താ? അല്ല, അവര് പറഞ്ഞത് നീ കേട്ടില്ലേ? കയറ് കത്തിപ്പോയിട്ടും അതിന്റെ ബലം പോയിട്ടില്ല. ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചല്ലേ, ഈ സരളാന്റി അവരൊരു കയറ് തന്നെയാ, നല്ല ബലമുള്ള ഒരു കയറ്. മൈഥിലി എടുത്തി, നിങ്ങൾക്ക് ഈ വീട്ടില് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കല്ലാതെ വേറൊരു ജോലിയില്ലേ? അത് നീ ഒരു മന്ദബുദ്ധി തന്നെ. എന്റെ ജോലി തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക എന്നുള്ളതാണെന്ന് നിനക്കറിയില്ലല്ലോ. പ്രത്യേകിച്ച് നിന്റെ കാര്യത്തില്. നിന്റെ കാര്യത്തിൽ ഇടപെട്ടാ എനിക്ക് ലാഭമല്ലേ ഉള്ളൂ. നിന്നെ ഫോളോ ചെയ്യണം. മനസ്സിലാകുന്നതേയില്ല അവളെ എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന്. അച്ഛമ്മേ, നമ്മളെപ്പോഴും കൂടെയില്ലേ? ചേച്ചിക്ക് ഒരിക്കലും ഒറ്റപ്പെടൽ തോന്നാൻ അനുവദിക്കില്ല. പക്ഷേ സ്വന്തം അമ്മയുടെ മേലിൽ മോഷണ കുറ്റം ചുമത്തുന്നത് ഏത് മകൾക്കാ സഹിക്കാൻ കഴിയാ? രചന പറയുന്നത് ശരിയാണ് അച്ഛമ്മ. ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസിഡന്റ് കാരണം അവരുടെ ഇമേജ് തകരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഏട്ടൻ്റെ ഉള്ളിലൊരു നെഗറ്റിവിറ്റി ഉണ്ടാവാം. മുമ്പുള്ള വെറുപ്പൊക്കെ തിരിച്ചു വരാൻ പാടില്ല. കാരണം ഏട്ടൻ സരളാന്റിയെ ജയിലിൽ വിടാതെ തടഞ്ഞു. പക്ഷേ ഏട്ടന്റെ കണ്ണിൽ ഇവിടെ ഇപ്പോഴും മോഷണം നടന്നിരിക്കുക. ഞാനിപ്പോ വരാം. പ്രിയയുടെ അടുത്ത് ചെന്ന് നീ പറ സരള മോഷ്ടിക്കില്ല എന്ന് നിനക്ക് വിശ്വാസമുണ്ടെന്ന്. അതുവഴി അവളുടെ ദുഃഖം കുറെയെങ്കിലും കുറയും മോനെ. അതിനൊപ്പം നിന്റെ പകുതി ജോലിയും പൂർത്തിയാവും മോനെ. ഉത്തരവാദിത്വം സംബന്ധിച്ച് അച്ഛമ്മ എന്തായാലും ടെൻഷൻ അടിക്കണ്ട. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. ഇതൊക്കെ ചെയ്തത് ആരാണെന്ന് എനിക്കൊരാളെ സംശയമുണ്ട്. പക്ഷേ ആ സംശയം സത്യമാണോ എന്നറിയുന്നതിന് കുറച്ച് സമയമെടുക്കും. അന്വേഷിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ആൻഡ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഞങ്ങൾ ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്തത് നിന്നിൽ നിന്നാണ്. തുടക്കം മാത്രമല്ല ആകാശ്, എനിക്ക് തോന്നുന്നത് ഒടുക്കോ ഇവളിലാണെന്നാ. നിങ്ങൾക്ക് എന്റെ പുറകെ നടക്കല്ലാതെ വേറൊരു പണിയില്ലേ? എന്തായാലും എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. സോ പ്ലീസ് എക്സ്ക്യൂസ് മീ. രചന, എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവളുടെ കാര്യം അന്വേഷിക്കണം. ഇവൾ എവിടേക്കാണ് പോയതെന്ന് അറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ക്ലൂ കിട്ടും. അതിന് ഇവൾ മോഷ്ടിച്ചോ ഇല്ലേ എന്നുള്ള കാര്യം അറിയാനും കഴിയും. നീ പറയുന്നത് ശരിയാണ് ആകാശ്, ഇത് കണ്ടുപിടിച്ചേ മതിയാകൂ. ലെറ്റ്സ് ഡു സംതിങ്. വാ. വേണ്ട, അവൾ എന്തിനാ ഞാൻ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, ഈ ഷോൾ ഇട്ടോണ്ട് അവളുടെ മുന്നിൽ പോയാലോ? അല്ലെങ്കിൽ വേണ്ട, ഇടിച്ച് താറുമാറാക്കി കളയോള്. ഇവളെ ഒന്ന് ചിരിപ്പിക്കാനായിട്ട് എന്താ ചെയ്യ? യെസ്, ചിരിപ്പിക്കുന്നതിന് മുമ്പ് ഇവളുടെ മൂഡൊന്ന് നോർമലാക്കണം. ഇവള് ഒച്ച വയ്ക്കുമ്പോഴും വഴക്ക് കൂടുമ്പോഴാണല്ലോ നോർമലാവുന്നത്. അപ്പോ അതിനുള്ള വഴി നോക്കാം. ലെറ്റ്സ് ഗോ.
കുഴപ്പമില്ല, പക്ഷെ നീ ഭക്ഷണം എങ്ങനെ കഴിക്കും? അതിന് നീ വാരി തന്നാ പോരെ. ദിനക്ക് ദിനദീൻ താന ദിനക്ക് ദിനദീൻ താന ദിനക്ക് ദിനദീൻ താന ദീൻ താന പറന്നു വന്നു പൈങ്കിളി വിരുന്നു വന്നു രാക്കിളി ഒരുങ്ങി നിന്ന തേങ്കിളി മൂന്നാം കിളി. കിട്ടിയാലുണ്ടല്ലോ നീ എന്നോട് കിടന്ന് വഴക്കില്ലേ, അതുപോലെ നീ അയാളെ ഓരോന്ന് പറഞ്ഞ് റെഡിയാക്കണം. ഈ ചോരയെ തൊട്ട് സത്യം ചെയ്യും. കൈ കാണിച്ചത് ഞാൻ ബാൻഡേജ് ഒട്ടിക്കട്ടെ. അനുഭവിക്കേണ്ടി വന്നത്. എന്തായാലും കള്ളൻ ഈ വീട്ടിൽ തന്നെയുണ്ട്. ആരാണ് മനസ്സിലാവാത്തത്? നോക്കൂ, രചന ഏട്ടനും ഏട്ടത്തി ഉറങ്ങിനാ തോന്നണേ. ഇനിയിപ്പോ ഡിസ്റ്റർബ് ചെയ്യണോ? നാളെ പറഞ്ഞാ പോരെ? അല്ല, വേണ്ട വേണ്ട. രാവിലെ എന്തിനാ? നിങ്ങൾ മറന്നുപോയോ പ്രിയേച്ചി നമ്മളും ചേർന്നൊരു കോഡ് വേർഡ് ക്രിയേറ്റ് ചെയ്തത്? രാത്രിയിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യം പറയണമെങ്കിലും അഭിയേട്ടൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ കോഡ് വേർഡ് ചേച്ചിയോട് പറയണം. അപ്പൊ ചേച്ചിക്ക് മനസ്സിലാകും ഡോറിന് പുറത്ത് നമ്മളാണെന്ന്. ഏത് കോഡ്? നിക്ക്. ആകാശം രചനയാന്ന് തോന്നുന്നു. നമുക്കെല്ലാം മനസ്സിലായി. ഈ ഡ്രാമയിലൂടെ അബിക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. ഐ തിങ്ക് സരളാൻഡി തന്നെയാണ് മോഷ്ടിച്ചതെന്നാണ് അവന് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഐ തിങ്ക് ഇത് നമുക്ക് ഉപകാരമുള്ളൊരു കാര്യമാണ്. നീ പറഞ്ഞത് വളരെ ശരിയാണ്, വളരെയധികം ശരിയാണ്. നമ്മൾ പ്രിയക്കെതിരായി അടുത്ത പ്ലാൻ സെറ്റ് ചെയ്യുമ്പോഴേ ഇത് ഉപകാരപ്പെടൂ. സംശയം ഉടലെടുത്താൽ പിന്നെ പ്രിയപ്പെട്ടവര് പോലും മുള്ളുകളായി മാറുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആ സമയം നമ്മൾ ചെയ്യേണ്ടത് മുള്ളുകളിൽ നിന്നും വിഷം പുറപ്പെടുവിക്കണം. അപ്പൊ ശരി, ഇനി നമ്മുടെ പ്ലാൻ തുടങ്ങാം. യാ, അബിയുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണം നമ്മള്. അമ്മ കള്ളിയാണെങ്കിൽ മകള് വലിയ കള്ളിയാണെന്ന്. ഓൾ ദി ബെസ്റ്റ്. തനു, യു ആർ ഗ്രേറ്റ്. ആർക്കും ചെയ്യാൻ കഴിയാത്തത് നീ ചെയ്ത് കാണിച്ചു. ഈ പൈസ മുഴുവനും നിന്റെയാ. ഒന്നുകൂടെ എണ്ണി നോക്കാം. അധ്വാനിച്ച് പൈസ എണ്ണുന്നത് നല്ല സുഖ. ചിലവായത് എത്ര, ഇനി എത്ര ബാക്കിയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം. 10 ലക്ഷം രൂപ നഴ്സിന് കൊടുത്തു. 10 ലക്ഷം നിഖലിന് ചെലവായി. ഇനി 80 ലക്ഷം ബാക്കി കാണണം. ബാക്കി മുഴുവനും എന്റേതാണ്. തനു നീലേ അയ്യോ, നീ ഒരു തെറ്റ് ചെയ്തു തന്നു, ഒരു തെറ്റ്. നീ ഈ ഡോറില്ലേ, അത് നീ തുറന്നിട്ടു. ഈ ഡോറിന്റെ വാതിൽ നീ ലോക്ക് ചെയ്തിട്ടാണ് പെട്ടി നോക്കിയിരുന്നെങ്കിലേ നിന്റെ ഈ കള്ളത്തരം ഞാൻ കണ്ടുപിടിക്കുമായിരുന്നോ? അത് ആരാ പിടിച്ചെന്നറിയാലോ? മൈഥിലി ദ ഡിറ്റക്റ്റീവ്. ഇനി ഞാൻ ഇക്കാര്യം എല്ലാം കൂടെ മമ്മിയോട് പറയും. പിന്നെ ഞാനും മമ്മിയും കൂടി ഇത് ഫാമിലിയിലുള്ള എല്ലാവരോടും പറയും. അത് കഴിഞ്ഞ് നിന്റെ പോലീസ് പിടിച്ചോണ്ട് പോകും. കാരണം നീയാണല്ലോ ഈ വീട്ടിലെ കള്ളി. പിന്നെ ഈ പൈസ, ഇതിന്റെ ഒരു 20-25% എന്തായാലും എനിക്ക് സമ്മാനമായിട്ട് കിട്ടുമല്ലോ. ചിലപ്പോ അഭിക്കും സന്തോഷമായിട്ട് അവനും എനിക്ക് ഗിഫ്റ്റ് തരും. പിന്നെ പ്രിയ പകുതി സ്വത്തും ചിലപ്പോ എനിക്ക് സന്തോഷത്തോടെ എന്റെ പേരിൽ എഴുതി തരും. നിങ്ങൾക്ക് സമ്മാനം കിട്ടുമെന്ന് ഓർത്തിട്ടല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ പൈസയും നിങ്ങൾക്ക് കിട്ടിയാലോ? പക്ഷെ അതിനുവേണ്ടി നിങ്ങളുടെ വായ എന്നടയ്ക്കണം. അത് എന്തിനാ ചിന്തിക്കുന്ന? ഇത് റിയൽ ഓഫറാണ്. ഇതിനെ നിങ്ങള് വല്യമ്മയ്ക്ക് ഷെയർ ചെയ്യേണ്ടിയും വരില്ല. പിന്നെ സത്യമാണോ നീ പറയുന്നത്? എന്ന് വെച്ചാ മുഴുവൻ പൈസ നീ എനിക്ക് തരൂ? ഉറപ്പ്, മുഴുവൻ പൈസ നിങ്ങൾക്കാ. ഇതിനു വേണ്ടി നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടിയും വരില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതുകൊണ്ട് ജ്വല്ലറി വാങ്ങണോ അതോ ബംഗ്ലാവ് വാങ്ങണോന്ന് ചെയ്താല്. വേണ്ട തനു,
നീ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. ഞാൻ അങ്ങനെ ചെയ്യും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വായ അടച്ചു വെക്കാതെ ആരോടെങ്കിലും പോയി പറയില്ലേ? അപ്പോ അതുവരെ ഞാനിത് ആരെയും കാണിക്കില്ല. അതുവരെ ഈ ഫോട്ടോ ഒന്നും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനും പോകുന്നില്ല. ഇനി നിങ്ങൾ ചിന്തിക്കൂ, ഏതിലാണ് ലാഭമെന്ന്? ഈ പൈസയിലാണോ അതോ വായ അടച്ചു വെക്കുന്നതിലാണോ? മൈഥിലി, നിന്റെ കയ്യില് വന്നത് അത് വായിക്കെത്താതെ പോയി. നിന്റെ സമയം ഇപ്പൊ ശരിയല്ല. ജാതകൻ ജോത്സ്യനെ കാണിക്കണം. ഞാൻ വാതിലടച്ച് അദ്ദേഹം മീറ്റിംഗിന് വരും. ഒരു മണിക്കൂറിനുള്ളിൽ എത്തും. ഓക്കെ, താങ്ക് യു. നിന്നെ ചിരിപ്പിക്കാൻ വേണ്ടി എനിക്ക് ജോക്കറാവാനും മടിയൊന്നുമില്ല. ഞാനൊന്ന് പുഞ്ചിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. അപ്പൊ ഞാനും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യും. ഇന്നലെ നിങ്ങൾ ചെയ്തതും പറഞ്ഞതും ഞാൻ ഒരിക്കലും മറക്കില്ല. ഓ നോ, ഞാൻ മറന്നല്ലോ. ഇദ്ദേഹത്തിന് മീറ്റിംഗിന് പോകാൻ ഉണർത്തണ്ടേ? പക്ഷെ എങ്ങനെ എസ്കേപ്പ് ആവണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കൊച്ചിലെ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ നമ്പർ ഇറക്കിയ ആളാ ഞാൻ. അതുപോലെ ഒന്നും ഉണ്ടാക്കാനാണോ എനിക്ക് പാട്? ഈ അബി ആരാണെന്ന് നീ കണ്ടോ മോളെ? ഈ കോൺട്രാക്റ്റില് നിങ്ങൾ ഇതുവരെ എഴുന്നേറ്റില്ലേ? എനിക്കോ? എന്ത് പറ്റി? നല്ല തലവേദന. കുറച്ചു മുമ്പ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പൊ എന്താ ഒരു തലവേദന? എണീറ്റപ്പോ പെട്ടെന്ന് തല ഇറങ്ങുന്ന പോലെ. ഇപ്പോ തലയും വേദനിക്കുക. പെട്ടെന്ന് അങ്ങ് തലവേദന വന്നോ? വേദനിക്കുന്നതിന്റെ കാരണമൊന്നും എനിക്കറിയില്ല. ചെറുതായിട്ട് തണുക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ അത് പിടിക്കുന്നേ? അതൊന്ന് വായിന്ന് മാറ്റിട്ട് പറയാ. നിങ്ങൾ പ്ലീസ് തെർമോമീറ്റർ വായി വെച്ചിട്ട് മിണ്ടാതിരിക്കണം. പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഡോക്ടറെ ഇപ്പൊ വിളിച്ചിട്ട് വരാം. ഡോക്ടറുടെ നമ്പർ എന്താ കാണാത്തെ? നിങ്ങൾ വീണ്ടും ഇനി വായിന്നത് എടുത്താലുണ്ടല്ലോ. ഇനി എന്താ ചെയ്യാ? ഇവൾ തെർമോമീറ്റർ ചെക്ക് ചെയ്യുമ്പോ എനിക്ക് പനിയില്ലെന്ന് മനസ്സിലാവില്ലേ? കുറച്ച് ടെമ്പറേച്ചർ പോലും കാണിക്കില്ല. ഇന്നെന്റെ കള്ളത്തിന് 104 ഡിഗ്രി പനിയുണ്ടല്ലോ നിങ്ങൾക്ക്. 104 ഡിഗ്രി ഒക്കെ പനി വന്നാൽ തലയിൽ കയറാൻ സാധ്യതയുണ്ട്. ഞാൻ പോയി വേഗം ഒരു ആംബുലൻസ് വിളിക്കാം. നീ ഇതിന് ആംബുലൻസ് വിളിക്കുന്നത്? വേണ്ട, നിങ്ങൾ അനങ്ങാതെ ഇവിടെ കിടന്നാ മതി. ഞാൻ പോയി ഒരു കാര്യം കൊണ്ടുവരാം. നീ എന്താന്ന് പറഞ്ഞിട്ട് പോ. എന്തായാലും എന്റെ പ്ലാനൊക്കെ സക്സസ് ആവുന്നുണ്ട്. ഇന്ന് ഞാൻ എന്തായാലും ഫുൾ ഡേ റെസ്റ്റ് എടുക്കും. ഇന്ന് ഫുൾ ഡേ എന്നെ അവൾ കെയറും ചെയ്യും. അവളുടെ കൈകൊണ്ട് എന്നെ സൂപ്പ് കുടിപ്പിക്കും. എനിക്ക് ചോറും വാരി തരും. ഇന്നലെ ഞാൻ അവളെ ഓക്കെയാക്കി. ഇന്ന് അവൾ എന്നെ ഓക്കെയാക്കും. ലൈഫിൽ ഈ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യം: റിലാക്സേഷൻ ആൻഡ് റൊമാൻസ്. വാവ്, വാട്ട് എ ലൈഫ്. ഐ ഗസ് ഇത് നിങ്ങൾക്ക് ചിലപ്പോ മിസ്പ്രിന്റ് ആയതാവാം. ഇല്ല സർ, ഇതിങ്ങനെ തന്നെയാണ്. പേയ്മെന്റ് ചെയ്തത് തനുശ്രീയാണ്. പക്ഷേ നിഖിൽ പറഞ്ഞു പേയ്മെന്റ് അയാളുടെ പേരിൽ തന്നെ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഇയാളുടെ പേര് ഇവിടെ ഉള്ളത്. ആകാശി, നിഖിലും തനു നമ്മൾ വിചാരിച്ചതിനേക്കാളും സൂത്രശാലികളാ. ഈ റെസീപ്റ്റ്സ് എന്തായാലും അവർക്കെതിരായിട്ടുള്ള തെളിവായി മാറുമെന്ന് അവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് അവര് പേര് തന്നെ മാറ്റിക്കളഞ്ഞു. രചന, എനിക്കിത് ആദ്യമേ തോന്നിയതാണ്. അവര് ഇത്രയും വലിയ മണ്ടത്തിനെ കാണിക്കില്ലെന്ന്. ഐ മീൻ, ഇത്ര ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് അവര്. പിന്നെ ഞാനും കരുതിയതാ ഇത്രയും പാടുള്ള പണി എങ്ങനെ എളുപ്പത്തിൽ നടക്കുന്നതെന്ന്. നമുക്ക് മറ്റേതെങ്കിലും വഴി നോക്കേണ്ടി വരും. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് അനദർ വേ. There's no point here. Let's go. ഐസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇങ്ങ് എടുക്ക. ഐസോ? പക്ഷേ എന്ത് പറ്റി മാം? നിന്റെ സാർ ഉണ്ടല്ലോ, സാറിന് ഇന്ന് ഭയങ്കര ചൂട് തോന്നുന്നു. അതിനു വേണ്ടിയാ. അല്ല, നിനക്കിപ്പോ എന്തിനാ ഇത്രയും ഐസൊക്കെ? എന്താ, നിങ്ങൾക്ക് ചൂടുണ്ടോ? നിങ്ങൾക്ക് വേണോ ഐസ്? വേണ്ട വേണ്ട, എനിക്ക് ഐസും വേണ്ട, ഒന്നും വേണ്ട. അമ്മേ, വേഗം ആവട്ടെ റോബൻ. ഓ ഗോഡ്, പ്രിയക്ക് എന്തിനാ ഇത്രയും ഐസ്? എന്തെങ്കിലും ചെയ്യട്ടെ. വേണോക്ക് ഐസ് ഉരുട്ടി അങ്ങ് തിന്നട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഐസിൽ കുളിക്കട്ടെ. ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്ക് എന്താ മൈഥിലി? നീ നിന്റെ വയറുവേദനയിൽ ശ്രദ്ധിക്ക്. അതിന് നീ ട്രീറ്റ്മെന്റ് ചെയ്യ്. വന്ന പനിയുണ്ടല്ലോ, അതിന് ഇതാവശ്യം. എന്തിനാ വെറുതെ എന്നെ ഉപകാരം ചെയ്ത് ഉപദ്രവിക്കുന്നത് പ്രിയ? പനി കുറയ്ക്കാൻ വേറെ എന്തെല്ലാം മാർഗമുണ്ട്?
നിങ്ങളാണോ ഡോക്ടർ അതോ ഡോക്ടർ മൂർത്തിയോ? അതെ, ഈ പനി തലയിൽ കയറാതിരിക്കാൻ ഇത് വളരെ നല്ലതാ. ഇങ്ങോട്ട് വന്നേ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇത് വെച്ചാലേ എനിക്ക് തലവേദനിക്കുള്ളൂ, നിനക്കറിയില്ലേ? സാരമല്ല, തലവേദനിച്ചാലും പനി കുറയുമല്ലോ. എനിക്ക് തണുക്കും പ്രിയ. ഇത്രയും ചൂടുള്ള ആൾക്ക് തണുക്കോ? എന്റെ ഫീവർ വേറെ ലെവലാണ്. തണുപ്പിൽ ചൂടാവുകയും ചെയ്യും, ചൂടിൽ തണുപ്പാവുകയും ചെയ്യും. അതിന് വേറെ ചികിത്സയുണ്ട്, ചൂടുവെള്ളം കൊണ്ട്. ഇപ്പൊ പനി കൂടുതലായതുകൊണ്ടാ ഈ ചികിത്സ. ഞാനിത് വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്ന്. എനിക്ക് ചെയ്യണോ? ഇത് ചെയ്താലേ പനി കുറയും. നീ എന്തായി കാണിക്കുന്നത്? ഇത്രയും ആരോഗ്യമുള്ള ഒരാളെ അസുഖക്കാരനാണ്. അതിനുവേണ്ടി സ്വന്തം ജോലി നെഗ്ലക്ട് ചെയ്യുന്നത് ശരിയാണോ? ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം? ഒരു ദിവസത്തെ കാര്യമല്ല. നിങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മീറ്റിംഗാ വേണ്ടെന്ന് വെച്ചാ. നിങ്ങളൊരു സെലിബ്രിറ്റിയാ, നല്ലൊരു സിംഗറാ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ അപ്രോച്ചിനെ എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? എനിക്കൊരു അവസരം തരുന്നേ. എന്റെ ഭർത്താവ് മിസ്റ്റർ അഭിഷേക് മേനോൻ നല്ലൊരു പ്രൊഫഷണൽ സെലിബ്രിറ്റി എന്ന് പറയാൻ. നീ വെറുതെ എന്തിനാ എന്നെ കല്യാണം കഴിച്ചേ? അങ്ങനെയുള്ള ഒരു റെഡിമെയ്ഡ് സാധനത്തെ കിട്ടുമായിരുന്നില്ലേ? അപ്പൊ പിന്നെ എന്റെ ലൈഫ് രക്ഷപ്പെട്ടനെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങളെ കല്യാണം കഴിച്ചു പോയ സ്ഥിതിക്ക് ജീവിതകാലം മുഴുവൻ ഇനി സഹിക്കണ്ടേ? സഹിക്കാനോ? ഈ മുഖാമ്പയുടെ ഒരു കാര്യം ഞാൻ കേട്ടു. കേൾക്കാൻ വേണ്ടി തന്നെയാ പറഞ്ഞത്. ആണോ? എന്നാ വേഗം റെഡിയായേ. വഴിന്ന് മാറ്. വെണ്ണിലവേ നിന്നരികിൽ മിന്നും താരമിന്നു മാഞ്ഞിടുന്നു നെഞ്ചകമേ. മതി, ഇനി നിങ്ങൾ പോയി റെഡി ആവും പ്ലീസ്. ഞാൻ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ പിന്നെ നീ പറയുന്നത് ഞാൻ നിന്നെ കേൾക്കുന്നത് എന്തായിരിക്കണം? ഇതുപോലെയൊക്കെ നിങ്ങളെ നോക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്നിട്ടിപ്പോ നേരെ തിരിച്ചാണല്ലോ സംഭവിക്കുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് നിങ്ങളെ തടയണോ അതോ വേണ്ടയോന്ന് നടത്തുകയാണ്. ആദ്യം ആക്സിഡന്റ് നടത്തി അവളുടെ ജീവൻ എടുക്കാൻ ശ്രമിച്ചു. പിന്നെ മോഷണക്കുറ്റം. അവൾ ചെയ്തത് പ്രിയയെ ജയിലിൽ അടയ്ക്കുക, എന്നിട്ട് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുക. ഇനി അവള് എന്തൊക്കെ എന്റെ മോളെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അമ്മ എപ്പോഴും എന്റെ മോളുടെ കൂടെ ഉണ്ടാവണം. എന്റെ സരളെ, നീ ടെൻഷൻ അടിക്കുകയേ വേണ്ട. ശത്രു എന്തു തന്നെ ചെയ്തോട്ടെ, പക്ഷെ നമ്മോടൊപ്പം എന്നും ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ നമുക്ക് തരുന്ന ആശീർവാദം അതെപ്പോഴും നമ്മളുടെ കുട്ടികൾക്കൊപ്പമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അഭിയും പ്രിയയും സ്നേഹത്തോട് ഇപ്പോഴും ഒന്നിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ താമസിക്കണ്ട, വീട്ടിൽ വന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ നല്ലോണം പ്ലാൻ ചെയ്യല്ലോ എന്ന് കരുതി. ശരി, നീ പ്ലാൻ നടത്തിക്കോ. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് എന്നോട് പറയണ്ട. തനു, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ആ സജഷൻ എന്റേതാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. സജഷൻ അല്ല, നീ എനിക്ക് ടെൻഷനാ തരുന്നത്. ടെൻഷൻ, അതും വെറുതെ. എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ വെറുതെ സംസാരിക്കുന്നത്? ടെൻഷൻ തരുന്നത് മൊത്തം നീയാണ്. ഞാൻ നിന്നെ വിളിച്ചെന്താണെന്ന് പോലും ഞാൻ ഇപ്പൊ മറന്നുപോയി. ഇനി ഞാൻ നിന്നോട് എന്ത് പറയാനാ? എങ്കിൽ സംസാരിക്കണ്ട, ഫോൺ വെച്ചോളൂ. സ്വന്തമായിട്ട് മണ്ടത്തരം കാണിച്ചിട്ട് എന്നെ പറയുന്നു. ഒരുപക്ഷെ ഇവളുടെ ആവശ്യം എനിക്കിനി ഇല്ലായിരുന്നെങ്കിൽ ഐ സ്വയർ ഒരു സെക്കൻഡ് പോലും ഇവളുമായിട്ട് ഞാൻ ഇനി സംസാരിക്കും. എന്റെ ഭഗവാനെ. ഡോക്ടർ സാർ, ഇപ്പൊ അച്ഛമ്മയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? മോളെ, നിങ്ങളെ പോലുള്ള മരുമകൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു അസുഖം വരില്ല അച്ഛമ്മയ്ക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യമൊക്കെ അച്ഛമ്മ പറയാറുണ്ട്. ഇതുപോലുള്ള മരുമകൾ എല്ലാ വീട്ടിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡോക്ടർമാരുടെ കാര്യം കഷ്ടമായേനെ. നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാ. സത്യം, പ്രിയ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ BP ഉണ്ടല്ലോ അതെപ്പോഴും നോർമലായിരിക്കും. ഡോക്ടർ, സാറ് വന്ന സ്ഥിതിക്ക് ഇവളെ കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്ക്. നേരത്തെ ഇവള് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി വീണ് കാലൊടിക്കായിരുന്നു അല്ലേ? എന്താ? എങ്ങനെ? മോനെ അഭി, എനിക്ക് മുകളിൽ വെച്ചൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് നിങ്ങൾ രണ്ടുപേരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം ഡോക്ടർ? പറയുന്നേ. അച്ഛമ്മയുടെ BP ഹൈ ആണ്. അവരെ നിങ്ങൾ ഇനി ഒരിക്കലും ഒറ്റയ്ക്കാക്കരുത്. അവരൊറ്റയ്ക്കിറങ്ങി നടന്നാൽ തലകറക്കം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വീണും പോകും. പക്ഷെ ഡോക്ടർ മുകളിൽ വെച്ച് പറഞ്ഞത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കണം. നിങ്ങളുടെ വീട്ടിൽ എന്തോ ടെൻഷനുള്ള ഒരു കാര്യമുണ്ട്, പുറത്തു പറയാൻ പറ്റാത്തതായി. ഇല്ല ഡോക്ടർ, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി അച്ഛമ്മയുടെ ടെൻഷന് കാരണം ഞാനും അമ്മയുമാണോ? ഇവിടെ നടന്ന സംഭവങ്ങൾ കാരണമാവോ? ഇല്ല. അവരെ നിങ്ങൾ ഇനി ഒരിക്കലും ഒറ്റയ്ക്കാക്കരുത്. അവരൊറ്റയ്ക്കിറങ്ങി നടന്നാൽ തലകറക്കം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വീണും പോകും. പക്ഷെ ഡോക്ടർ മുകളിൽ വെച്ച് പറഞ്ഞത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കണം.
നിങ്ങളുടെ വീട്ടിൽ എന്തോ ടെൻഷനുള്ള ഒരു കാര്യമുണ്ട്, പുറത്തു പറയാൻ പറ്റാത്തതായി. ഇല്ല ഡോക്ടർ, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മോനെ അഭി, ഇതിനു മുമ്പ് ഞാനിവിടെ വരാറുണ്ട്. അപ്പോഴെല്ലാം ചിരിച്ചു കളിക്കുന്ന അവരുടെ മുഖമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇൻഫാക്ട് എന്നെക്കാൾ തമാശ അവര് പറയും. പക്ഷെ ഇന്ന് ആ മുഖത്ത് പുഞ്ചിരി കാണുന്നതേ ഇല്ല. നിങ്ങൾ രണ്ടുപേരും വരുന്നതിന് മുമ്പ് അവരൊന്നും സംസാരിച്ചിട്ടുമില്ല. ഉറപ്പായും എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ അവരെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇല്ല ഡോക്ടർ, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷെ എന്നാലും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ആരെ അറിയാൻ കഴിഞ്ഞാലുണ്ടല്ലോ, അത് ആരോട് പറയാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ അതിന്റെ വയറിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കും. അങ്ങനെ അതിന്റെ വയറിലിരുന്ന് അത് പെരുവി പെരുവി വലുതായി എനിക്ക് വേദന എടുക്കാൻ തുടങ്ങും. എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടല്ലോ ഈ സൂക്കേടുണ്ട്. അങ്ങനെ എന്ത് കാര്യമുള്ളത്? നീ എന്നോട് ഒളിച്ചു വെച്ച് വയറുവേദന എടുക്കാൻ മാത്രം? അല്ലെങ്കിൽ ലഹളക്കിടയില് എല്ലാ കാര്യങ്ങളും നീ വിളിച്ചു പറയാറാണല്ലോ പതിവ്. അങ്ങനെ എന്ത് കാര്യമുള്ളത് നീ എന്നിൽ നിന്നും ഒളിച്ചു വെച്ചിരിക്കുന്നതായിട്ട്? ഈ കാര്യം എനിക്ക് മമ്മിയോട് പറയാൻ കഴിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാ എന്റെ വയറുവേദന കുറയുമായിരിക്കും, പക്ഷെ എന്റെ കഴുത്ത് വേദനിക്കും. എന്റെ കഴുത്ത് നീണ്ടുപോകും അങ്ങ് വരെ. കണ്ടോ? എന്താ? ശരി, ഞാൻ പറയാം. മമ്മി, ആ ഫോട്ടോ വെച്ച് അവളെ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാ. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞ പൈസ മോഷ്ടിച്ചത് ഞാനാണെന്ന് എല്ലാവരോടും പറയുന്ന അത്താനും എന്നോട് പറഞ്ഞേക്കുന്നത്. നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറഞ്ഞത് എനിക്ക് സംഭവിച്ച കാര്യം മമ്മി. പൈസയെ കുറിച്ച് മമ്മിയും ചിന്തിക്കില്ലേ? ഈ കാര്യങ്ങളൊക്കെ മമ്മി അറിഞ്ഞു എന്ന് അവൾ അറിഞ്ഞ മമ്മിയെ പിന്നെ അവൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടത് വീണ്ടും മമ്മി. എന്തായാലും മമ്മിയോടത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ എന്റെ വയറുവേദന കുറഞ്ഞു. താങ്ക് യു ഗോഡ്, താങ്ക് യു. നിന്റെ വയറുവേദന കുറഞ്ഞു, പക്ഷെ എന്റെ വയറിലിപ്പോ വേദന തുടങ്ങിയേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യാ? എന്റെ വയറുവേദന കുറഞ്ഞത് തന്നെ വലിയൊരു കാര്യമില്ല എനിക്ക്. ഇനിയിപ്പൊ മമ്മിയുടെ വയറുവേദന കുറയ്ക്കാനുള്ള വഴി മമ്മി നോക്ക്. ഞാൻ എന്തായാലും കുറച്ചു നേരം കിടക്കാൻ പോവാ. ചേച്ചി ഞാനിപ്പോ പോയേനെ, പക്ഷെ ഇന്ന് പബ്ലിക് ഹോളിഡേ അല്ലേ, ബാങ്കും എന്തായാലും കാണില്ല. ഇതാണ് നിന്റെ കുഴപ്പം. ഏത് പൈസ വന്നാലും ബാങ്കിൽ കൊണ്ടിട്ടോളൂ, വീട്ടിലൊന്നും വെക്കില്ല. വീട്ടിൽ കുറച്ചെങ്കിലും പൈസ വെക്കണമെന്ന് നിനക്കറിയില്ല പ്രിയ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? വെറുതെ ഇങ്ങനെ ഒച്ച എടുക്കല്ലേ പ്ലീസ്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. നിങ്ങളും പൈസ അങ്ങനെ തന്നെയല്ലേ ചെയ്യാ? വീട്ടിലാണോ വെക്കുക? നമ്മള് ബാങ്കിലല്ലേ പൈസ വെക്കുക? ഇത്തവണ വീട്ടിൽ ഞാൻ ആ പൈസയുടെ കാര്യമല്ല നിന്നോട് പറഞ്ഞത്. ബാക്കിയുള്ള ക്യാഷൊക്കെ എന്ത് ചെയ്യുന്ന? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് വീട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ, പിന്നെ എന്തിനാത്? നിങ്ങൾ എനിക്ക് കുറച്ച് സമയം തരൂ, കുറച്ച് സാവകാശം തരൂ. ഞാൻ നീ ഒന്നും ചെയ്യണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ആകാശ്, നിനക്ക് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ താ. ഏട്ടാ, ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ATM പോയി അതിന്റെ ഡബിൾ ആയിട്ട് തിരിച്ചു വന്നോളാം. സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. നിങ്ങൾക്ക് എന്താ ഒന്നും മനസ്സിലാവാത്തത്? അബി, ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. ആംബുലൻസ് 5 മിനിറ്റിനകത്ത് എത്തും. പൈസ റെഡിയാക്കി വെക്കും. കൊള്ളാം തനു, നിനക്ക് അവസരം കിട്ടിയിരിക്കുന്നു. അബിക്ക് പൈസ വേണം. പൈസ ഇപ്പൊ എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അബിയെ സഹായിച്ചാൽ ജീവിതകാലം മുഴുവൻ അബിയുടെ കണ്ണിൽ ഞാൻ ദൈവമായിരിക്കും. ശരി തനു, പൈസ എറിഞ്ഞ് കാര്യം നടത്തും. ഇവിടുത്തെ എവിടെയാ പോകുന്നത്? എല്ലാവരും അച്ഛമ്മയുടെ പുറകിൽ നടക്കുമ്പോ നിങ്ങൾ എന്റെ പുറകെ നടക്കുവാണോ? ഞാൻ ഇവിടെ നിനക്ക് ആശംസകൾ നേരാൻ വന്നതാ തനു. നീ ശരിക്കും ഒരു ബുദ്ധിമതി തന്നെയാ. ആദ്യം നീ പൈസ മോഷ്ടിച്ചു, ഇപ്പൊ ആ പൈസ കൊണ്ട് തന്നെ നീ അച്ഛമ്മയെ ചികിത്സിക്കാൻ പോകുന്നു. ഞാനൊന്നും ചെയ്തില്ല. ഇതെല്ലാം തന്നെ സംഭവിക്കുന്നതാണ്. നിങ്ങൾ നോക്കിക്കേ, അച്ഛമ്മ വീണിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയാ. കാരണം എന്താന്ന് വെച്ചാ ഞാൻ അബിക്ക് ഈ പൈസ കൊടുക്കും അച്ഛമ്മയെ ചികിത്സിക്കാൻ വേണ്ടി. ഞാൻ ഈ പൈസ കൊടുക്കുന്നതും എല്ലാവരുടെ മുന്നിൽ ഞാൻ നല്ലവളാവും. എന്നിട്ട് ആ പ്രിയ എല്ലാവരും വെറുക്കണം. അബി എന്നെ കല്യാണം കഴിക്കണം. ബൈ. ഡ്രസ്സും ഓർണമെന്റ്സും വാങ്ങാൻ. കല്യാണത്തിന്റെ കാര്യം അറിയില്ല. കല്യാണത്തെക്കാൾ ഇമ്പോർട്ടന്റ് അച്ഛമ്മയുടെ ആരോഗ്യമാണ്. ഇതാ തനു, നീ ഇപ്പൊ ചെയ്ത ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ആകാശ്, പെട്ടെന്ന് വാ. നീ കേട്ടില്ലേ അബി എന്താ പറഞ്ഞെന്ന്? ഈ ഉപകാരം അവൻ ഒരിക്കലും മറക്കില്ലാന്ന്. നീ എന്നേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു. ഞാൻ നിന്നേക്കാൾ ഇപ്പോൾ എത്രയോ മുന്നിലാണ്. ഞാൻ അബിയെ പണത്തിന്റെ ആവശ്യം ഏറ്റവും കൂടുതലുള്ള സമയത്താണ് സഹായിച്ചത്. നിന്റെ കയ്യിൽ ഇത്രയധികം പണം ഉണ്ടായിട്ടും ഒരു പ്രയോജനവുമില്ല. സാഡ്. അവളുടെ കാര്യം ഇനി പോക്ക. മോനെ ആകാശേ. അച്ഛമ്മേ. മോനെ, അത് അബിയുടെ കയ്യിൽ നിന്ന് ആ നോട്ട് വാങ്ങി നന്നായിട്ടൊന്ന് നോക്ക്. അത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന്. ആ പിന്നെ
മോനെ, ഇത് കഴിഞ്ഞ ദിവസം മോഷണം പോയ നോട്ടാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തേരെ. അച്ഛമ്മ ഇതെന്താ പറയുന്നേ? അല്ല, നീ പോയില്ലേ? ആദ്യം പറഞ്ഞ കാര്യമില്ലേ, അത് ചെയ്യ്. ഇപ്പൊ മനസ്സിലായോ? എനിക്കുണ്ടല്ലോ, ഒന്നും പറ്റിയിട്ടില്ല. സൂക്ഷിച്ച് അച്ഛമ്മ, ഇപ്പൊ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അച്ഛമ്മ വീഴുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അച്ഛമ്മ വേദനിച്ച് നിലവിളിക്കുകയും ചെയ്തു. നമ്മുടെ ഡോക്ടർ കള്ളം പറയില്ലല്ലോ. ഡോക്ടറല്ലേ പറഞ്ഞത് അച്ഛമ്മയ്ക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആണ്. ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അദ്ദേഹം? ചേച്ചി, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഈ അസുഖങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ മറച്ചു വെക്കുന്നേ? ഇത്തവണ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ സത്യമാ പറയുന്നത്. ഞാൻ നന്നായിട്ടൊന്ന് അഭിനയിച്ചതാ. അഭിനയോ? വേണേ നോക്കിക്കോ. എന്നാ അച്ഛമ്മ കാല് മുകളിലേക്ക് വെച്ച് നോക്കട്ടെ. ദാ കണ്ടോ, നോക്കിക്കോ. ഇനി അച്ഛമ്മ കാലൊന്ന് തിരിച്ചു കാണിച്ചേ. എന്നാ കണ്ടോ. താഴെ ആംബുലൻസ്. അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലേ? അച്ഛമ്മയുടെ കാലിന്റെ വേദനയില്ല. ഞാൻ ഓക്കെയാണ്. നിനക്കെന്തോ കുഴപ്പമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. ആ മോനെ ആകാശ്, എന്തായി? അച്ഛമ്മയുടെ സംശയം കറക്റ്റ് ആയിരുന്നു. ഈ നോട്ടുകൾ ഇവിടുന്ന് മോഷണം പോയ ആ 1 കോടി രൂപയിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോ എല്ലാം വ്യക്തമാണ്. മോഷണം പോയ പണം തനുവിന്റെ കയ്യിലാണ്. എന്താ കളിയാക്കാണോ? ഏത് മോഷ്ടിച്ച പണം? അപ്പൊ ഇവൻ എന്തായി പറയുന്നേ? നീ എനിക്ക് തന്ന ആ ക്യാഷ് ഇല്ലേ, അതിന്റെ കാര്യം അവര് സംസാരിക്കുന്നത്. അതെ അബി, അതെന്റെ അമ്മ കല്യാണത്തിന്റെ ഷോപ്പിങ്ങിന് വേണ്ടി തന്നതാ. അതാ ഞാൻ നിനക്ക് തന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ഈ ആകാശ് എന്താ ഈ പറയുന്നേന്നാ. ആകാശ് പറയുന്നത് ശരിയാ. ഇതവന്റെ ശീലോ. വീട്ടിൽ കൊണ്ടുവരുന്ന എല്ലാ പണത്തിന്റെയും സീരിയൽ നമ്പർ അവൻ എഴുതി സൂക്ഷിച്ചു വെക്കും. ഇത്തവണ അത് ചെയ്തു. ഇവിടെ കൊണ്ടുവന്ന 1 കോടി രൂപയില്ലേ തനു, അതിലെ ചില സീരിയൽ നമ്പറുമായി നീ തന്ന ഈ നോട്ടുകൾ മാച്ച് ചെയ്യുന്നുണ്ട്. അബി, പ്രിയ എന്തായി പറയുന്നത്? എന്റെ മേലെ കുറ്റം അടിച്ചേൽപ്പിക്ക. സരളാന്റെ ഓൾറെഡി ആകാശോളുടെ ഒപ്പം ചേർന്നിട്ടുണ്ട്. ആകാശ് എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് മുമ്പേ അറിയാവുന്നതാ. ഈ വീട്ടിൽ ഏത് ക്യാഷ് വന്നാലും അതിന്റെ സീരിയൽ നമ്പറൊക്കെ അവൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതുകൊണ്ട് അവൻ പറയുന്നത് എന്തായാലും തെറ്റില്ല. തനുവിന് ഇനി അത് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ആ ഡയറി കൊണ്ടുവരാം. എനിക്കൊന്നും കാണണ്ട അബി. ഞാനാണ് മോഷ്ടിച്ചതെങ്കിൽ 5 ലക്ഷം രൂപ മാത്രം എന്തിനു ഞാൻ നിനക്ക് തരണം? കാരണം 5 ലക്ഷത്തിന്റെ ആവശ്യമേ ഇപ്പോ ഉള്ളൂ. 10 ലക്ഷം രൂപയുടെ ആവശ്യമായിരുന്നുവെങ്കിൽ നീ ചിലപ്പോ 10 ലക്ഷവും തന്ന് സഹായിക്കും. കാരണം പൈസ മുഴുവൻ നിന്റെ കയ്യിലാണല്ലോ. അബി, എല്ലാവരും എന്റെ റൂം ചെക്ക് ചെയ്തിട്ട് അവിടുന്ന് ഒന്നും കിട്ടിയില്ല. വേണേൽ എന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോ, അതിലും ഒന്നുമില്ല. അബി, ഞാൻ പണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പണം എന്റെ അടുത്ത് വേണ്ടേ? ആകാശ്, എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് നീ എന്നോടൊന്ന് പറഞ്ഞതാ. ഏട്ടാ, എനിക്കറിയാം ഇവിടെ എന്താ നടക്കുന്നതെന്ന്. പിന്നെ അക്കാര്യങ്ങളൊക്കെ ഏട്ടനും അറിയണം. അതിനുവേണ്ടി ഏട്ടൻ എന്റെ ഒപ്പം വരണം. എവിടെ? തനുവിന്റെ റൂമിൽ. അവിടെ ഞാൻ ഏട്ടന് കുറച്ച് തെളിവുകൾ കാണിച്ചു തരാം. അത് കാണുമ്പോഴേക്കും ഏട്ടൻ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടും. വാ. പിടിക്കുന്നതന്നെയല്ലേ നല്ലത്. ഒന്നുമില്ലെങ്കിലും സത്യം പുറത്തു വന്ന എന്റെ വയറുവേദനയെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. എങ്കിൽ പിന്നെ വാ, നമുക്ക് പെട്ടെന്ന് പോയി സീറ്റ് പിടിക്കാം. ആ രംഗം നമുക്ക് രണ്ടുപേർക്ക് കാണണ്ടേ? അവളുടെ ആ നാടകം അത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല മമ്മി. അവിടെ പണമുണ്ട്. അബി കാണാതിരുന്നാ മതി. എനിക്ക് ആദ്യം അവിടെ എത്തണം. എന്നിട്ട് എങ്ങനെയെങ്കിലും ആ പണം മാറ്റണം. നീ എവിടെയാ ഇത്രയും തിടുക്കത്തിൽ പോകുന്നേ? നീ നേരത്തെ എന്താ എന്നോട് പറഞ്ഞത്? അഭിയുടെ അച്ഛമ്മയുടെ മനസ്സിൽ നിനക്ക് വലിയൊരു സ്ഥാനം വേണമെന്നല്ലേ? മനസ്സിലുള്ള സ്ഥാനം പോയിട്ട് ഇനി നിനക്ക് വീട്ടിൽ പോലും സ്ഥാനം കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും വാ, എല്ലാവരും നിന്റെ മുറിയിലോട്ട് പോയിട്ടുണ്ട്. ഞാനും പോയി സീറ്റ് പിടിക്കട്ടെ. നീ എന്റെ കൂടെ പെട്ടെന്ന് വാ. ഈ തനുവിന്റെ കാര്യം തീരുമാനമായി. നന്നായി പോയി. എനിക്ക് പൈസ തരാനായിട്ട് ഇവക്ക് എന്തൊരു മടിയായിരുന്നു. ഇനി ഇവള് പിച്ചെടുത്ത് തിണ്ടുന്ന എനിക്ക് കാണണം. അപ്പോ തനു, ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ
ട്രങ്ക് ഞാനാ കൊണ്ടുവന്നത്. പക്ഷെ ഇതിനകത്തുള്ള പണം എന്റെ അല്ല അബി. ഇതിൽ പണം എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യമായിട്ട് അറിയില്ല. അപ്പൊ നീ അല്ല പൈസ ഇവിടെ വെച്ചെന്നാണോ നീ പറയുന്നേ? ആണോ? ഒരു മിനിറ്റ്. പൈസ കൊണ്ടുവരുമെന്ന്. പിന്നെ അത് തന്നെ നടന്നു. എന്നാലും അച്ഛമ്മ ഇങ്ങനെ വീഴേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ആക്ടിങ് ചെയ്ത പോരായിരുന്നോ? ഞാൻ ആക്ടിങ് നടത്തി കള്ളത്തരം എങ്ങാനും കാണിച്ചിരുന്നെങ്കിൽ തനു തീർച്ചയായും അത് കണ്ടുപിടിക്കുമായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നി, എന്ത് ചെയ്താലും റിയൽ ആയിട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. റിസൾട്ട് നിന്റെ മുമ്പിലുണ്ട്. പക്ഷെ അച്ഛമ്മ എന്തെങ്കിലും മുറിവ് ഓ പറ്റിയിരുന്നെങ്കിൽ. മതി മതി മതി, വലിയ മുറിവുണ്ടാകും. എന്തിനും വീണു. പറഞ്ഞു എന്റെ തൊണ്ട വരെ ഉണങ്ങി പ്രിയ. എന്നിട്ട് വീണ്ടും നീ പഴയടത്ത് തന്നെ നിക്കുക. ഇതൊക്കെ പോട്ടെ, ഇനി ഇവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാം. വാ. പതുക്കെ അച്ഛമ്മ, ഡോക്ടർ ഒന്ന് പറഞ്ഞു. മോഷ്ടിക്കാനുള്ള ധൈര്യം കാണിച്ചില്ലേ? അപ്പോ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ധൈര്യം കൂടി നീ കാണിക്കണമായിരുന്നു. നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ പേടിച്ചത്? പറയ്, ഞാൻ നിന്നോടല്ലേ ചോദിച്ചത്. നീ എന്തിനാ പേടിച്ചതെന്ന്? നീ എന്താ ഒന്നും മിണ്ടാത്തെ? മറുപടി പറയ് തനു. ഞാൻ പറഞ്ഞു കേട്ടെ, നീ മറ്റുള്ളവരുടെ തലയിൽ എന്തിനാ കുറ്റം കെട്ടിവെച്ചെന്ന്? നിനക്ക് പ്രിയയോട് പ്രതികാരം ചെയ്യണമായിരുന്നു അല്ലേ? പറ. നിനക്ക് പ്രിയയോട് പ്രതികാരം ചെയ്യണമായിരുന്നെങ്കിൽ നീ എന്തിനാ വെറുതെ സർലാൻഡ് ഇതിലോട്ട് വലിച്ചെറിച്ചത് തനു? ആ പാവം നിന്നോട് എന്ത് തെറ്റാ തനു ചെയ്തത്? നിന്റെ ഈ സ്വഭാവത്തെ പറ്റി ഞാൻ നോട്ട് ചെയ്യേണ്ടതായിരുന്നു. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ മോഷ്ടിച്ചത് നിനക്ക് വേണ്ടി. തനു പ്ലീസ്, നിന്റെ ഈ ആക്ടിംഗ് ഒന്ന് നിർത്തുന്നുണ്ടോ? നിർത്തു തനു. അബി പ്ലീസ് അബി. എനിക്കിപ്പോ നാണക്കേടാ. നീയാണ് മോഷ്ടിച്ചതെങ്കിലും അതിന്റെ നാണക്കേട് അത്രയും ഞാൻ അനുഭവിക്കുന്നത്. അത് നിനക്കറിയോ തനു? അറിയോ? എന്നെ തൊട്ടുപോരുത്. ഡോണ്ട് ടച്ച് മീ. ഇനി എന്റേന്ന് നീ ദയോ സഹതാപോ ഒന്നും പ്രതീക്ഷിക്കില്ലേ തനു. ഐ ഓൺലി ഫീൽ ഹേറ്റഡ് ഫോർ യു. ഞാൻ നിന്നെ ഒരുപാട് വെറുക്കുവാ തനു. നോക്കുമോളെ, മനസ്സിൽ മറ്റുള്ളവരോട് പ്രതികാര മനോഭാവമുള്ളവർക്ക് ഒരിക്കലും നന്മയുണ്ടാവില്ല. മുള്ളുള്ള ചെടിക്ക് കീഴിൽ മുള്ളേ കുരുക്കൂ. അബി, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്റെ ഫീലിങ്സ് തെറ്റല്ല. ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. എനിക്ക് സർലാൻഡിയോട് ഒരു ദേഷ്യവും ഇല്ല അബി. പ്രിയ നമ്മുടെ കല്യാണത്തിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാ ഞാൻ. എനിക്കൊന്നും കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞു തനു. എനിക്ക് നിന്നെ ഒരു രീതിയിൽ ഇപ്പൊ വിശ്വാസം ഇല്ല. അതുകൊണ്ടാ. നിനക്കിപ്പോൾ ആരോടൊക്കെ ശത്രുതയുണ്ടോ ശത്രുതയില്ല അതൊക്കെ. അബി പ്ലീസ് അങ്ങനെ പറയരുത്. അബി, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ നിന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോവും അബി. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. ഓക്കെ, എന്നെ കുറിച്ച് ചിന്തിക്കണ്ട. നമ്മുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഞാൻ എന്തിനാ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതാണോ നീ ചെയ്തു കൂടിയിരിക്കുന്നത്? ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ സർലാൻഡിക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഒരു കള്ളിയേട്ടാ അവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവരനുഭവിക്കേണ്ടി വന്നതിന്റെ കാരണം നീയാണെങ്കിൽ, നിന്റെ പ്രവൃത്തികളാണെങ്കിൽ അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. നീ പോകുന്നുണ്ടോ അതോ പുറത്താക്കണോ? ഞാൻ എവിടെ പോവാ? ഇവിടെ വേണമെങ്കിൽ നീ പൊക്കിയോ തരൂ. അതൊക്കെ നിന്റെ ഇഷ്ടം. പ്ലീസ് ദയവ് ചെയ്ത് നീ എന്റെ നമ്മൾ ഇത്ര നാൾ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ജോലി അച്ഛൻ ഒറ്റ ദിവസം കൊണ്ടല്ലേ ചെയ്ത്? മക്കളെ, ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ കളി ഞാൻ അവസാനമേ ഇറക്കുമെന്ന്. ഞാൻ നോക്കുമ്പോ കളി കൈവിട്ടു പോവുകയായിരുന്നു. അപ്പൊ ഞാനും എന്റെ അവസാനത്തെ അടവിറക്കി. അതുകൊണ്ട് എന്തു പറ്റി? തനു കളി തോറ്റു. ഈ കളിന്നല്ല,
വീട്ടിൽ നിന്ന് തന്നെ പുറത്തായി. ആ പറഞ്ഞു ശരി അച്ഛമ്മേ. ശരിക്കും തനു ഈ വീട്ടിൽ നിന്ന് പോയത് കോഹ്ലി അടിക്കുന്ന സിക്സർ പോലെയല്ലേ? സ്മാഷ് ഹിറ്റ്. എന്റെ അച്ഛമ്മ അതൊരു മികച്ച സിക്സ് ആയിരുന്നു അച്ഛമ്മ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഷോട്ട്. നീ കോഹ്ലിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞ് എങ്ങനെ ഷൈജു ദാമോദരനായി? ഉത്തരവാദിയാണ് എന്ന് വെച്ചാ ആ പണം വന്ന പോലെ തിരികെ പോയി. നിനക്ക് അബിയുടെ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടല്ലോ, ഇനി അതും അങ്ങ് അവസാനിച്ചു. തനു പ്ലീസ് നടന്നെന്താണെന്ന് വ്യക്തമായിട്ട് പറ. അത് എന്താന്ന് വെച്ചാ എന്റെ മോഷണം പിടിക്കപ്പെട്ടു. എങ്ങനെ? ഇവിടെ വീട്ടിൽ അച്ഛമ്മയ്ക്ക് തലകർക്കം വന്ന് വീണു. അവരുടെ കാലൊളിക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി പാനിക്കായി. ഫാമിലി ഡോക്ടറിനെ ഫോൺ ചെയ്തു. പിന്നെ അയാള് അച്ഛമ്മയെ ചെക്ക് ചെയ്ത് പറഞ്ഞു ആ കുഞ്ഞ് എന്റേതാണ്. നീ ഒരു നിമിഷം പോലും അതിനെ കുറിച്ച് മറന്നു പോകരുത്. ഒരിക്കലും ഒരിക്കലും മറക്കരുത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? Just shut up. ശരിക്കും ഒരു മണ്ടിയാണ്. 5 പൈസയുടെ ബുദ്ധി പോലും ഇല്ല. സ്വന്തം ഫ്യൂച്ചറിനൊപ്പം എന്റെ ഫ്യൂച്ചറും കൂടി കുളമാക്കും. ഞാനിതെന്താ ചെയ്തേ? ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാനല്ലേ കോൾ ചെയ്തത്. എന്നിട്ട് അവനോട് വഴക്കുണ്ടാക്കി. എന്റെ ലാസ്റ്റ് ഹെൽപ്പ് ലൈൻ ഞാൻ തന്നെ കട്ടാക്കി. പഴമക്കാര് പറയുന്നത് ശരിയാ, വിനാശകാല വിപരീത ബുദ്ധി. ഇനി ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടെ നന്ദി പറഞ്ഞാലും മതിയാവില്ല അമ്മ. അങ്ങനൊന്നും പറയണ്ട. പ്രിയ അഭിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു. ഞാനും എന്റെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? തനു പിടിക്കപ്പെട്ടതിലൂടെ നിങ്ങളുടെ ചുമലിൽ ഉണ്ടായിരുന്ന മോഷണ കുറ്റമില്ലേ, അതെന്നേക്കുമായി അവസാനിച്ചിരിക്കുകയാണ്. എനിക്ക് എന്നെ കുറിച്ച് ഒരു വിഷമവും ഇല്ല. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവിതത്തെ കുറിച്ച് മാത്രമാണ് ടെൻഷൻ. അവളുടെ അബിയുടെ ഇടയിൽ നിന്ന് ആ തനു ഇല്ലാതായ തന്നെ എല്ലാം ശരിയാവും. ഇപ്പൊ കണ്ടില്ലേ ചേച്ചി, സന്തോഷിക്കാനുള്ള സമയം വന്നില്ലേ? നിന്റെ മുഴുവൻ സത്യങ്ങളും അദ്ദേഹം അറിയുന്ന ദിവസം, നീ ഇതുവരെ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് അറിയുന്ന ദിവസം, കണ്ട നാൾ മുതൽ ഇന്ന് വരെ അദ്ദേഹത്തെ നീ ചതിക്കുകയായിരുന്നു എന്നറിയുന്ന ദിവസം, നിന്റെ എല്ലാ കള്ളത്തരങ്ങളും മറ നീക്കി പുറത്തു വരുന്ന ദിവസം, ആ ദിവസമായിരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അന്ന് ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ പോലും നിനക്ക് രക്ഷപ്പെടാനാവില്ല. പിന്നെ ഞാൻ പറയുന്ന ഈ കാര്യം എപ്പോഴും ഓർത്തു വെക്കണം. നിനക്ക് ഇപ്പൊ കിട്ടിയ ഈ ശിക്ഷയില്ലേ, ഇത് തന്നത് ഞാനല്ല, അദ്ദേഹം തന്നെയാ. നീ കാരണോ എന്റെ അമ്മയ്ക്ക് ഇവിടെ നിന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോയിന്ന് അദ്ദേഹം പശ്ചാത്തപിക്കാൻ ഒരു അവസരം പോലും ഉണ്ടാവരുത്. ഭൂമി ഉരുണ്ടതാണ് തന്നു. എവിടെ നിന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നുവോ അവിടെ തന്നെ എത്തി നിൽക്കും നമ്മൾ. എന്തായാലും ഈ യുദ്ധം തുടങ്ങിയ സ്ഥലത്ത് തന്നെ അവസാനിക്കും. ഇതിന്റെയൊക്കെ തുടക്കം നിന്റെ ഈ കുഞ്ഞിൽ നിന്നായിരുന്നു തനു. നിന്റെ ഈ കുഞ്ഞിന്റെ പേര് പറഞ്ഞല്ലേ നീ ഈ വീട്ടിലേക്ക് വന്നത്. ഈ കുഞ്ഞു കാരണമാണ് ഞാൻ ഈ വീട് വിട്ടു പോയത്. എന്നോട് നീ ഈ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ ദിവസം ഞാൻ അതെല്ലാം വിശ്വസിച്ചു. എന്നിട്ട് ഞാൻ എന്റെ പ്രണയം ഉപേക്ഷിച്ചു. എന്റെ ജീവിതം വേണ്ടെന്ന് വെച്ചു. നിന്റെ കുഞ്ഞിന്റെ ഫ്യൂച്ചർ രക്ഷിക്കാൻ വേണ്ടി. നീ കാരണം നഷ്ടപ്പെട്ട ദിനങ്ങളെ ഞാൻ തിരിച്ചു പിടിക്കുന്നത് വരെ. എങ്കിലും ഒരുപാട് ട്രൈ ചെയ്തു. നീ എന്റെ സത്യം എല്ലാവരുടെ മുന്നിൽ എത്തിച്ചാലും അബി നിന്നെ ഇനി സ്വീകരിക്കാനേ പോകുന്നില്ല. കാരണം നീ അബിക്ക് ചേർന്നവളല്ല. ഞാൻ അദ്ദേഹത്തിന് ചേർന്നവളല്ലായിരിക്കും. പക്ഷെ ഇപ്പൊ വീട് വിട്ടു പോകുന്ന നീയാണല്ലോ. നിന്റെ തെറ്റിദ്ധാരണ ഇത്. അദ്ദേഹത്തിന് ചേരുന്നത് ആരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അറിയില്ലെങ്കിൽ ചെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്ക്. ചെന്ന് എല്ലാ സത്യങ്ങളും അദ്ദേഹത്തോട് തുറന്നു പറയൂ. എന്നിട്ട് നോക്കാം, അദ്ദേഹം ഡിസൈഡ് ചെയ്യട്ടെ ആര് ചേരുമെന്നും ഇല്ലെന്നും. വരൂ വരൂ എന്റെ കൂടെ. അവനെ ചതിച്ച് മുഴുവൻ പൈസയും സ്വന്തമാക്കി കള്ളം പറഞ്ഞു അവനോട്. അതിന്റെ കാരണം എന്തായാലും. പക്ഷെ നിനക്കൊരിക്കലും ഞാനാവാൻ കഴിയില്ല. അബി നിന്നെ ഒരിക്കലും സ്വീകരിക്കുകയില്ല. വലിയ കോൺഫിഡൻസ് ആണല്ലോ നിനക്ക്. അതൊക്കെ നല്ല കാര്യം. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് എന്റെ ഒപ്പം വരൂന്നേ. എന്നിട്ട് സത്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറയൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാൻ നിന്റെ സൗന്ദര്യവും ടാലന്റും നിന്നെ എത്രത്തോളം സഹായിക്കുന്നു. എന്തിനാ പേടിക്കുന്നു? ഞാൻ വരികയല്ലേ നിന്റെ കൂടെ.
നമുക്ക് ഒരുമിച്ച് പോയി സത്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ചോദിക്കാം ആരാണ് അദ്ദേഹത്തിന് ചേരുന്നതെന്നും അല്ലെന്ന്. വരാം. ഇവൾ ശരിക്കും എന്നെ അബിയുടെ അടുത്ത് കൊണ്ടുപോവാണല്ലോ. എന്റെ കൂട്ടുകാരി ആലിയെ ഞാനാ രക്ഷിച്ചത്. ഇപ്പൊ അവളെ വീടിന് പുറത്താക്കി ശിക്ഷിച്ചിട്ടേ ഉള്ളൂ. ഇതുവരെ നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ശിക്ഷയായിരിക്കും നിനക്ക് ലഭിക്കുക. ഞാൻ എങ്ങനെയുള്ള നരക ജീവിതമാണോ ഇതുവരെ ജീവിച്ചു തീർത്തത്, അതിനേക്കാൾ ഭയങ്കരമായ ജീവിതം നിനക്ക് ഞാൻ സമ്മാനിച്ചിരിക്കും തനു. ഇവള് പറയുന്നത് ശരിയാണ് തനു. നിന്റെ സത്യം അഭി ശരിക്കും അറിഞ്ഞ അവൻ ഉറപ്പായും നിന്നെ കൊന്നുകളയും. ഇല്ല, ഞാൻ അങ്ങനെ നടക്കാൻ അനുവദിക്കില്ല. നിന്റെ പ്രസംഗം തീർന്നോ? ഇനി ഞാൻ പൊയ്ക്കോട്ടെ? അതെ, പ്രിയേ ജയിക്കുള്ളൂ. അവളല്ലേ ഈ വീട്ടിലെ ബോസ്. ബോസായിട്ട് എന്താ കാര്യം? അതിന് കുറുക്കനെ പോലെ ബുദ്ധി വേണം. അതാ തനുവിനുണ്ട്, പക്ഷെ പ്രിയക്കില്ല. അഭി ഇപ്പൊ എങ്ങനെ മറക്കും മമ്മി? തനു അഭിയുടെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നവളല്ലേ. അത് അവക്ക് ഫേവറേറ്റ് ഉള്ള കാര്യം. ഇല്ല, തനു ജയിക്കാൻ പോണില്ല. ഇതിൽ നമുക്കൊരു ബെറ്റ് വെച്ചാലോ? 20,000 രൂപയ്ക്ക്. 20,000 രൂപയോ? ഇത്രയും പൈസ? നിന്റെ കയ്യിൽ എന്താ 20,000 രൂപ ഇല്ലേ? ഓ, ഞാൻ എന്റെ കാര്യമൊന്നും അല്ല പറഞ്ഞത്, മമ്മിയുടെ കാര്യം. ഇത്രയും പൈസക്കൊക്കെ ബെറ്റ് വെക്കാൻ മമ്മിയുടെ കയ്യിൽ ഇത്രയും പൈസ എവിടെ നിന്നായിരിക്കുന്നേ? നീ എന്റെ കാര്യം വിട്, നിന്റെ കാര്യം പറയും. അത് ജയിക്കേണ്ടത് തനു തന്നെ ആവണം. ഞാൻ ഈ ബെറ്റിൽ ജയിച്ച ഇവരുടെ കയ്യിൽ നിന്ന് 20,000 രൂപ കിട്ടും. ശരി, 20,000 എനിക്ക് അവസാനിപ്പിക്കാനും സ്നേഹത്തോടെ അദ്ദേഹത്തോട് പെരുമാറാനും. നിനക്ക് ചെയ്യാനുള്ളത് ചെയ്തോ, കാണാനുള്ള സ്വപ്നം കണ്ടു തീർത്തോ. എന്നോട് പറഞ്ഞു കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഇപ്പൊ പോവാണ്. പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ആ സമയം നീ അബിയുടെ ലൈഫിൽ നിന്നും വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്തായിട്ടുണ്ടാവും. ഇവരിപ്പോഴും മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. വേണ്ട, എനിക്കിനിയും ടെൻഷൻ അടിക്കാൻ വയ്യ. ഇനി എത്രയും വേഗം ഇവളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഓർമ്മകൾ മാത്രമല്ല, നീ എനിക്ക് തന്ന ഈ സമ്മാനവും കൊണ്ടാ പോകുന്നത്. നമ്മുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അതിതുവരെ ഈ ഭൂമിയിൽ വന്നിട്ടില്ല. പക്ഷെ അത് ആൺകുട്ടിയാവണം എന്നതാ അബി എന്റെ ആഗ്രഹം. അവനെ കാണുമ്പോഴെല്ലാം എനിക്ക് നിന്നെ ഓർമ്മ വരണം. അബി, നീ എന്റെ മുഖം കാണണ്ട. പക്ഷെ ഈ കുഞ്ഞ് ഈ ലോകത്ത് വരുമ്പോ നീ ഇവനെ കാണാൻ വരില്ലേ? അല്ലെങ്കിൽ ഇവൻ കരുതും നീ ഇവനെ ശിക്ഷിച്ചുവെന്ന്. അബി, അബി, നീ ഷോ ഹിറ്റാക്കി എനിക്ക് ഗിഫ്റ്റ് തന്നു. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാം. കണ്ണടിക്ക്. ഓക്കേ, ദേ വന്നു. ഇതാ കുതിര പറക്കുന്നു. കുതിര ഇനി ഇന്ന് മുതൽ ഇതിവിടെ ഉണ്ടാവും. ഇത് കാണുമ്പോ നീ എല്ലാ ദിവസവും രാവിലെ എന്നെ ഓർക്കണം. ഷുവർ തനു. തനുവിന്റെ ഒരു ഓർമ്മയും ഇവിടെ കാണാൻ പാടില്ല. ഇനി അവളെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും എനിക്ക്. അത് കേട്ട് അവർ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ യഥാർത്ഥ സന്തോഷം അപ്പോഴല്ലേ, അതായത് നീ അവരെ കാണാൻ പോകുമ്പോ അവരോട് ക്ഷമ ചോദിച്ച് അവരെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ മോനെ. ശരിയാ അച്ഛമ്മ പറഞ്ഞത്. എനിക്ക് ആന്റി ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചില ഫോർമാലിറ്റീസ് തീർക്കാനുണ്ട്. ഇനി എന്ത് ഫോർമാലിറ്റിയാ പൂർത്തിയാക്കാനുള്ളത്? തനുവിനോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ നീ പറഞ്ഞ അവൾ ഉറപ്പായും പോകുമല്ലോ. അവളോടൊന്ന് പോവുക അച്ഛമ്മ. അവള് പോകുമ്പോ അവളെ പറ്റിയുള്ള ഓർമ്മകളും കൂടെ പോകണം. അവളുടെ ഓർമ്മ തരുന്ന ഒന്നും തന്നെ ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല അച്ഛമ്മ. ഇപ്പൊ നോക്ക്, ആ ദിവസവും വന്നിരിക്കുന്നു. ഇനി എന്റെ മകളുടെ അഭിയുടെ ജീവിതത്തിൽ ആരും വരരുത്. നിനക്കെപ്പോഴും സന്തോഷം മാത്രമേ ഉണ്ടാവൂ. ഇത് നിന്റെ കർമ്മത്തിന്റെ ഫലമാണ് മോളെ. നിനക്കെപ്പോഴും സന്തോഷം മാത്രമേ ഉണ്ടാവൂ. അമ്മേ, ഇത് എന്റെ കർമ്മഫലമൊന്നല്ല. അമ്മയിൽ നിന്ന് തന്നെ ഞാൻ ഇതൊക്കെ പഠിച്ചത്. സന്തോഷായിരിക്കട്ടെ, എപ്പോഴും സന്തോഷം ഉണ്ടാവട്ടെ.
സത്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തോൽവി സമ്മതിച്ചോ? എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ തനു ഇവിടുന്ന് പോവുകയാ. ഞാൻ ബെറ്റും ജയിച്ചു. ആ തരാം. ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, പിന്നെ തരാം. അതെ, പൈസ കയ്യിലില്ലെങ്കിൽ പിന്നെ ബെറ്റ് വെച്ചത് എന്തിനാ? പിന്നെ കടം പറയുന്നതേ ബെറ്റിന്റെ കാര്യത്തിൽ ശരിയല്ല. എങ്കിൽ ശരി മമ്മി, കാരുണ്യം കാണിക്കണ്ട. നെക്സ്റ്റ് ടൈമിൽ നമ്മൾ ഒന്നുകൂടെ ബെറ്റ് വെക്കില്ലേ? അപ്പൊ ഞാൻ എന്തായാലും ബെറ്റിൽ ജയിക്കും. അപ്പം മമ്മി എനിക്ക് പൈസ തരണ്ട, കണക്ക് തുല്യമായില്ലേ? പിന്നെ ഞാൻ ഈ ബെറ്റിൽ തോറ്റതുകൊണ്ട് എനിക്ക് ഈ കോമഡി ഒന്നും കാണണ്ട. ഒരു രസം തോന്നുന്നുണ്ട്. മമ്മി എന്നെ കണ്ടോ? മണ്ടി തന്നെ അവള് സ്വന്തം ജീവിതത്തിലും തോറ്റു. അതും പോരാഞ്ഞിട്ട് എന്നെ കൂടെ ബെറ്റിൽ തോൽപ്പിച്ചിട്ടാ പോകുന്നത്. ഇല്ല, ഈ മണ്ടി തനുവിന്റെ ഒരു കാര്യം. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്ന് പറയുന്നതിന് ഇവളേക്കാൾ വലിയ എക്സാമ്പിൾ ഈ ലോകത്ത് വേറെ ഒന്നും തന്നെ കാണില്ല. മോരം മണ്ടി. അവിടെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവോ എന്തോ? അവിടെ തന്നെ ഉണ്ടോ അതോ ഇനി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ? പ്രിയയുടെ കോളാണല്ലോ. ഇവളെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നേ? എന്തിനാ വിളിച്ചത്? വയറ്റിലുള്ള കുഞ്ഞ് നിങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ വിളിച്ച് അറിയിക്കേണ്ട കടമയുണ്ടായിരുന്നു. ഞാനത് ചെയ്തു. ഇനി അവളുടെയും കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാ. പ്രിയ, ഇനി നീ പറയുന്ന കള്ളമാണെങ്കിൽ എനിക്കതിന്റെ ആവശ്യമില്ല. തനു വളരെ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞുവെന്നേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ചെയ്യണം. തനുവിനെ കുറിച്ചല്ലെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. പക്ഷെ പ്രിയ, ഞാൻ പറയുന്നത് ഇതെന്താ പുതിയ പ്രശ്നം തലേ വന്ന് കയറിയല്ലോ. ഇനി താൻ ശരിക്കും സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ? ഇല്ല ഇല്ല, കുഞ്ഞിനെന്തെങ്കിലും പറ്റിയ തനുവിന് അബിയുടെ ഭാര്യ ആവാനും കഴിയില്ല. എനിക്ക് ആ കമ്പനിയിൽ CEO ആവാനും കഴിയില്ല. ഐ വിൽ ബി ഫിനിഷ്ഡ്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയും, ഞാൻ ഫില്ല് ചെയ്യാം. പേഷ്യന്റിന്റെ പേര്? തനുശ്രീ എന്നാ പേര്. കുഞ്ഞിന്റെ അച്ഛന്റെ പേര്? പറയൂ സർ. അത് അഭിഷേക് മേനോൻ. ഞാൻ ബാക്കിയെല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തിട്ടുണ്ട്. സാർ ഇവിടെ സൈൻ ചെയ്താൽ മതി. കുഞ്ഞിന്റെ അച്ഛൻ, ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാൻ തന്നെ. എന്തായാലും എന്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇല്ല, ഒന്നും സംഭവിക്കില്ല. എന്നെയും തനുവിനെയും കൊടുക്കാൻ വേണ്ടി അവൾ ഈ മാർഗവും ഉപയോഗിക്കാതിരിക്കില്ല. പക്ഷേ അവളുടെ പ്ലാനിൽ തനുവിനെ പോലൊരു മണ്ടിയെ മാത്രമേ കൊടുക്കാൻ കഴിയൂ. ഞാൻ കൊടുങ്ങില്ല. ഞാനകത്ത് പോവുകയില്ല. ഞാനകത്ത് പോയില്ലെങ്കിൽ മുഴുവൻ പ്ലാനും ഫ്ലോപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ നിഖിൽ ആരാണെന്ന് അവൾ ശരിക്കും മനസ്സിലാക്കുകയും ചെയ്യും. വിട്ടേക്കട. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ആ പ്രിയയുടെ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് ഒന്ന് അറിഞ്ഞിട്ട് തന്നെ പോകാം. എത്രത്തോളം വെറുത്താലും ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എപ്പോഴും ഇമോഷണലായിരിക്കും. എന്തുപറ്റി രചന? നീ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? ഒന്നുമില്ല. എനിക്ക് മനസ്സിലാവാത്തത് എല്ലാം ഇങ്ങനെ ശരിയായിട്ട് നടക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത് എന്ന് വെച്ചാ ഇപ്പൊ എല്ലാം ഒന്ന് ശരിയായതല്ലേ? തനുവിനെ കയ്യോടെ പിടിച്ചതാണ്, അവളുടെ മോഷണവും തെളിഞ്ഞതാ. അതും പോരാഞ്ഞിട്ട് അഭിയേട്ടൻ അവളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വരെ പറഞ്ഞതാ. നമ്മളൊക്കെ ജയിച്ചു എന്ന് കരുതി എത്രമാത്രം സന്തോഷിച്ചതാ. ഫൈനലി തനു അഭിയേട്ടന്റെയും പ്രിയേച്ചിയുടെയും ലൈഫിൽ നിന്ന് പോവുകയാണല്ലോ എന്ന്. അവള് പോകാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് അവള് വീണോ? അച്ഛമ്മ കാണിച്ചതുപോലെ ഡ്രാമ കാണിക്കുകയായിരിക്കോ ഒരു പക്ഷെ ഇവിടുന്ന് പോകാതിരിക്കാൻ? ശരിയാ നീ പറഞ്ഞത്. ഉറപ്പായിട്ട് ഇത് തനു തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത്. നമുക്ക് അവളെ വിശ്വസിക്കാൻ കഴിയില്ല. വി കാൻ ട്രസ്റ്റ് ഹർ. അമ്മയെ വിശ്വസിക്കാം. ഒരിക്കലും ഒരു അമ്മ തന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് ഇങ്ങനെ അപകടമുണ്ടാവുന്ന തരത്തിലുള്ള ഒരു പ്ലാനും ചെയ്യില്ല. മാത്രമല്ല അവൾ ആ കുഞ്ഞു കാരണമാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് പോലും. അഭിയേട്ടനായിട്ടുള്ള കല്യാണം ഫിക്സ് ആയതും ആ കുഞ്ഞു കാരണമല്ലേ? അതെ, എനിക്കും ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത് അവളീ ചെയ്തതൊക്കെ അതൊക്കെ ഒരു നാടകമായിരുന്നു. അത് ശരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചതാണോന്ന്.